മാറു കീര ലംബുറ മക്കറ കീര മുക്കുറ മക്കറ കീര. നിങ്ങളെൻ്റെ ഹൃദയമാണ്, നിങ്ങളെൻ്റെ തീപ്പന്തമാണ്. ഞാൻ നിങ്ങളുടെ അധരത്തിൽ അഗ്നി പടർത്തും. എൻ്റെ ജനമേ, നിങ്ങളിൽ ഞാനും നിങ്ങളിൽ ഞാനും എന്നിൽ നിങ്ങളുമുണ്ട്. ഞാൻ നിങ്ങളെൻ്റെ പ്രബോധകരാണ്. നിങ്ങളെ ഞാൻ എൻ്റെ പ്രവാചകരാക്കും. നിങ്ങളെ ഞാൻ വചനപ്രഘോഷകരെ ഉയർത്തും. ഇത് സ്വീകരിക്കും. ആമേൻ, ആമേൻ. ഈ പ്രവചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് മുട്ടുകാലിൻ്റെ വേദന കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നു. ഒരു ലോക്കായ പോലെയുള്ള അവസ്ഥ കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുന്നു. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. അതൊന്ന് തിരിച്ചു വെച്ച് നമുക്ക് ഇരിക്കാം. ഓക്കെ അല്ലേ? ഇങ്ങാടാക്കി വെച്ചു, ഇങ്ങാടാക്കി വെക്കും. നമുക്ക് ശാന്തമായി നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ നമുക്ക് ആരാധിക്കാം. ഒരു നിമിഷം നിങ്ങൾ ശാന്തരായി നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കും. എന്നിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. ആ പഠനം ബൈബിൾ നിർത്തിയത് നമ്മൾ ഏത് ആരാധന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ? ഏത് ആരാധന കാലഘട്ടത്തിലാണ്? ഏത് ആരാധന കാലഘട്ടത്തിലാണ്? യേശുവിൻ്റെ പ്രഥമ ആഗമനം അല്ലേ? പ്രഥമ ആഗമനം. അതിന് മറ്റൊരു പേരെന്താണ്? മറ്റൊരു പേരെന്താണ്? മനുഷ്യാവതാരം അല്ലേ? അങ്ങനെയല്ല അതിനെ സഭ പറയണേ, മനുഷ്യാവതാരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളുടെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുമസ് സന്ദേശം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? ഇടവക പള്ളികളിൽ നിന്നും മറ്റു ധ്യാന കൂടിയതിലൂടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെയും എല്ലാം എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് തിരി കയറി എന്ത് ചെയ്തു? നമുക്ക് ക്രിസ്തുമസ് സന്ദേശം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല, ക്രിസ്തുമസ് സന്ദേശം തന്നെയാണ്. മനസ്സിലായോ? അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രേരണ തരണേ, ക്രിസ്തുമസ് സന്ദേശം തന്നെ നൽകാനാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ലൂക്കായുടെ സുവിശേഷം, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾ, ഞാനിവിടെ വായിക്കാം കേട്ടോ, ഞാൻ വായിക്കാം, നിങ്ങളത് നോക്കിയാൽ മതി.
ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കട്ടെ. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്, പിള്ള കച്ച പൊതിഞ്ഞ്. അപ്പം ഇതൊരു കാര്യം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുക. ഇത് പഠന ബൈബിളാണ്. അതായത് പരിഷ്കരിച്ച, പുതിയ നിയമം മാത്രം പരിഷ്കരിച്ച, പുതിയ നിയമവും പഴയ നിയമം കൂടി പരിഷ്കരിച്ചതും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുതിയ നിയമം മാത്രം പരിഷ്കരിച്ച എന്താണിത്? പഠന ബൈബിൾ. അപ്പോൾ അതെന്താ പഠന ബൈബിൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ മൂലപദങ്ങൾ, ഗ്രീക്ക് പദം, ഹീബ്രു പദം, അതിൻ്റെ യഥാർത്ഥ വാക്കുകളുണ്ടല്ലോ. നമുക്ക് ട്രാൻസ്ലേറ്റ് പരിഭാഷയിൽ നമുക്ക് യഥാർത്ഥ വാക്കുകളൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല ഇപ്പോഴും POC ബൈബിളിൽ. അപ്പോൾ ആയതുകൊണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ഇത് കണ്ടോ, അടിക്കുറിപ്പിലൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ വചനങ്ങൾക്കും. സാധാരണ നമ്മുടെ POC ബൈബിളിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പഠന ബൈബിളെന്ന് പറയാൻ കാരണം. അപ്പോൾ ചിലപ്പോൾ അങ്ങാടിങ്ങാടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആയിരിക്കും POC ബൈബിളിലും ഇപ്പം മൊബൈൽ ആപ്പിലും ഉള്ള ബൈബിളിലും ഇതും തമ്മിൽ. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താണ്, വിരുദ്ധമാണല്ലോ. വിരുദ്ധമല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഞാനിത് വായിക്കാം. നിങ്ങൾക്കുള്ള ചിലപ്പോൾ അങ്ങാടിങ്ങാടൊക്കെ ചിലപ്പോൾ മാറി മറിഞ്ഞും വചനം വരുമായിരിക്കും. പക്ഷേ ഒന്നും അതിൽ നിന്ന് എല്ലാം പരസ്പര പൂരകങ്ങളാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞെന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മുടെ POC ബൈബിളിൽ കിടക്കുന്നത്. പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ അതിൽ ദൈവകൃപയെന്നായിരിക്കും. അപ്പോൾ ഇതിലെഴുതിയിരിക്കുകയാണ്, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനസ്സിലായി? സന്മനസ്സുള്ളവർക്ക് അല്ലേ സമാധാനം. പക്ഷെ ഇതിലെഴുതിയിരിക്കണം എന്താണ്? ഭൂമിയിൽ ദൈവ പ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പോൾ അതിനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ടൊന്നും അല്ല പോണേ. മനസ്സിലായി? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ അതിന് വ്യക്തതയുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ മേടിച്ച് വായിക്കുകയും അത് ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വ്യക്തത കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാന്നാൽ നമുക്ക് വേണ്ട കാര്യം ഇതാണ്. എന്താണ്? 12-ാമത്തെ വചനം ഞാനൊന്നും കൂടി വായിക്കുകയാണ്. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞല്ലേ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ പിള്ളക്കച്ച, പുൽത്തൊട്ടി, പിന്നെന്താണ്, ശിശു, ഇതൊക്കെ ചിന്താവിഷയങ്ങളാണ് നമ്മുടെ ഇന്നത്തെ. അപ്പം ഞാനത് പറയാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ, യേശുവിൻ്റെ മനുഷ്യാവതാരം എന്ന ആ വിഷയത്തിൻ്റെ വചനാടിസ്ഥാനം. മനസ്സിലായോ? നമുക്കൊന്നും കൂടി നിങ്ങളൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ചെയ്യാൻ പോണത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൻ്റെ 525-ാമത്തെ ഖണ്ഡികയാണ് എന്ത് ചെയ്യാൻ പോണേ. അത് ഈ വചനവുമായിട്ട് കോർത്തിണങ്ങിയാണ് ആ കിടക്കണേ, ആ ഖണ്ഡിക കിടക്കണേ. അപ്പോൾ അതൊന്നും ഞാൻ വായിക്കാൻ പോണേ. അപ്പോൾ അവിടെ അതിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുകയാണ്, തിരുപ്പിറവിയുടെ രഹസ്യമെന്ന്. തിരുപ്പിറവിയുടെ രഹസ്യം. എന്താണ് തിരുപ്പിറവിയുടെ രഹസ്യം? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എന്താണ് തിരുപ്പിറവിയുടെ രഹസ്യം? അല്ലെ ക്രിസ്തുമസ് സന്ദേശം എന്നും പറഞ്ഞ് നമ്മൾ ഇന്ന് വരെ കേട്ടേക്കണതിൽ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റണ ഒരു വാക്കിലൂടെ പറയാൻ പറ്റണത് എന്താ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞേ. നമ്മൾ ഇത്രയും നാളായിട്ട് ക്രിസ്തുമസ് സന്ദേശമൊക്കെ നമ്മൾ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ കേട്ടിട്ടുണ്ടല്ലോ. എന്തെന്നാണ് പെട്ടെന്ന് ഒരു വാക്കിലൂടെ നമുക്കത് പറയാൻ പറ്റണം? എന്താണ് അല്ലേ നമ്മളിപ്പോൾ ഇത്ര നാളും കേട്ടിരിക്കുന്ന ആ സന്ദേശത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക് എന്താ? അതെ അല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ വേണമെങ്കിൽ അല്ലേ ദൈവം മനുഷ്യനായി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനോട് ചില കാര്യങ്ങളും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. നമ്മളല്ല കൂട്ടിച്ചേർക്കണേ, കത്തോലിക്ക സഭയുടെ പ്രബോധനമാണത് വരുന്നത്, അല്ലാതെ നമ്മൾ കൂട്ടിച്ചേർക്കുകയല്ല.
മനസ്സിലാണോ? അപ്പം ഞാൻ 525 ഇതില്ലെങ്കിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇല്ലെങ്കിൽ അതിലൊന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ ആ നമ്പർ എഴുതിയെടുത്തോ. ഞാനത് വായിക്കാൻ പോണേണ്. ഒരു എളിയ തൊഴുത്തിൽ കണ്ടോ, ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത്. കണ്ടോ? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ തന്നെ, അവൻ്റെ ജനനം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്താണ്? ദരിദ്രമായ ഒരു കുടുംബം. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ക്രിസ്തുമസൊക്കെ നമ്മളതിനിപ്പോൾ അതിലോട്ട് പോകണ്ട അല്ലേ? അപ്പോൾ ദാരിദ്ര്യം. അപ്പം ഞാനൊരു കൂട്ടായ്മയിൽ എന്നെ ഇങ്ങനെ കുർബാനനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു കൂട്ടായ്മയിൽ വിളിച്ചപ്പോഴത്തേക്കും ഞാനത് ഈ ഒരു രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞ്, അപ്പോൾ ദാരിദ്ര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊരു വിളിയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദാരിദ്ര്യം ഒരു വിളിയാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ടാവും, വരും, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ദാരിദ്ര്യമുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അങ്ങോട്ട് രസിക്കില്ല, മനസ്സിലാവുണ്ടോ? രസിച്ചാലും ഇല്ലെങ്കിലും അതിലൊരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തെന്നാണ്? ദാരിദ്ര്യം. ഇപ്പോൾ സന്യസ്തരും അല്ലേ, സന്യാസി അല്ലേ, അവർ അവരുടെ പൗരോഹിത്യവും അല്ലെങ്കിൽ സന്യാസവ്രതത്തിലേക്ക് കടക്കുമ്പോൾ 3 കാര്യങ്ങൾ അവർ പ്രതിജ്ഞ അല്ലേ? എന്തൊക്കെയാണത് എന്ന് പറഞ്ഞ്? ബാക്കി 2 പറ. അനുസരണം എന്ന് പറഞ്ഞു. ബാക്കി ദാരിദ്ര്യം. അപ്പോൾ 2ാമത്തെ കാര്യം പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ടത്, ദാരിദ്ര്യം. കണ്ടോ? ഇനി 1 കൂടിയുണ്ട്, ബ്രഹ്മചര്യം. കണ്ടോ? ബ്രഹ്മചര്യം, അനുസരണം, പിന്നെന്താണ്? ദാരിദ്ര്യം. കണ്ടോ? അതെന്തിനാണ്? അപ്പോൾ ഈ ഫ്രാൻസിസ് അസീസിയൊക്കെ, ഞാനിനി അതിലോട്ടൊന്നും പോകണില്ല, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സകല വിശുദ്ധരുടെ അറിയാലോ. പട്ടുവ്യാപാരിയുടെ മോനായിരുന്നു ഫ്രാൻസിസ് അസീസി. ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഭിക്ഷയാചിക്കുന്നവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവനെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ ആ തെരുവില ഭിക്ഷയാചിക്കുന്നവരോടൊപ്പം കൂടി അവനും അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് അവിടുത്തെ ബിഷപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഫ്രാൻസിസിൻ്റെ പിതാവ് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ശരിക്കും വഴക്കൊക്കെ പറഞ്ഞു അല്ലേ, ബിഷപ്പിൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഫ്രാൻസിസ് അസീസി അങ്ങനെ ഓരോ ഇതിനൊക്കെ പിതാവ് പറയണ, പിതാവ് എന്ന് ഉദ്ദേശിച്ച് ഇവൻ്റെ അച്ഛൻ, ഇവൻ്റെ അപ്പം പറയണ കാര്യങ്ങളൊക്കെ എഗെയിൻസ്റ്റ് അല്ലേ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിതാവ്, ബിഷപ്പല്ല, ഇവൻ്റെ അപ്പം പറയാണ്, നീ കൊടുത്തിരിക്കുന്ന വസ്ത്രവും ഇപ്പോൾ എടുത്തിരിക്കുന്ന വസ്ത്രവും എൻ്റേതല്ലേ, നീ വലിയ ആള് ആകണ്ട, അങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇവൻ ആ വസ്ത്രവും കൂടി ഉരിഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, എന്നാ അതും കൊണ്ടുപോയിക്കോ, എനിക്കിതും വേണ്ട. ഇതാണ്, മനസ്സിലായോ? ഫിസിക്കൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഇത് പറഞ്ഞ. അപ്പോൾ ഈ ബിഷപ്പ്, യഥാർത്ഥ പിതാവ് ആരാണ്? ബിഷപ്പ്. ആ മെത്രാൻ എന്ത് ചെയ്തു? അസീസി ഫ്രാൻസിസിനെ അദ്ദേഹത്തിൻ്റെ ആ തിരുവസ്ത്രം കൊണ്ട് പൊതിഞ്ഞു എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൽ നടന്ന കഥയല്ലേ, മനസ്സിലായോ? ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊന്നും ഞാൻ ഓർത്ത് വെച്ചേക്കണ കാര്യമല്ല, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇത് നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ സകല വിശുദ്ധരുടെയും ജീവചരിത്രം നോക്കിയാൽ കാണാം. എന്ത് കാണാം? എന്തെന്നാണ്? അവർക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റ് മിക്ക വിശുദ്ധരുടെയും അനുദിന വിശുദ്ധരെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഇത്രയുള്ളത്. അത് നിങ്ങൾ വായിച്ചാൽ ഓരോ ദിവസം ഓരോ വിശുദ്ധരുടെ, അപ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മിക്കതിലും എൻ്റെ അടുത്തുണ്ട് ആ പുസ്തകം. ഞാൻ മിക്കതിലും വായിച്ചേക്കണത് എന്തെന്നാണെന്നറിയാമോ? അവൻ അല്ലെങ്കിൽ അവൾ തൻ്റെ കംപ്ലീറ്റ് സമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പോയി മടത്തി ചേർന്നു, അല്ലെങ്കിൽ പുരോഹിതനാകാൻ പോയി, അല്ലെങ്കിൽ അൽമായ അല്ലേ. അപ്പം ഇതാണ് ദാരിദ്ര്യം. അപ്പം എനിക്ക് കുറേ അതിൽ പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? ദാരിദ്ര്യം എന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് ദാരിദ്ര്യം വരാം. കർത്താവ് തരുന്ന സാമ്പത്തികം, പൈസ എങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ അല്ലാതെ ചെലവഴിച്ചാൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ അല്ലാതെ ചിലവഴിക്കുമ്പോൾ ദാരിദ്ര്യമുണ്ടോ?
അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെടുന്നതല്ല. പക്ഷേ ആ ദാരിദ്ര്യത്തെ പിന്നെ ദൈവത്തിൻ്റെ പീഡാനുഭവത്തോട് ബന്ധപ്പെടുത്തി നമുക്കതിനെ, ആ തിന്മയെ നന്മയാക്കി മാറ്റാൻ പറ്റും. അതിനെ ദൈവം തിന്മ നന്മയാക്കി മാറ്റുന്നവനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണത്, ദാരിദ്ര്യം ഒരു വിളിയും കൂടിയാണ്. ഇത് സത്യമുള്ള കാര്യമാണ്. ദാരിദ്ര്യം ഒരു വിളിയാണ്. അത് വിളിയാണെങ്കിൽ, അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വിളിയാണെങ്കിൽ അതൊരിക്കലും മാറ്റപ്പെടുകയില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് അതെനിക്ക് എടുത്ത് പറയാൻ പറ്റും. പക്ഷെ ഞാനതിപ്പോൾ അതിലോട്ടൊന്നും കിടക്കണില്ല. അപ്പം ഞാൻ ഇത് വായിക്കട്ടെ ഒന്നും കൂടി. 525 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തിരുപ്പിറവിയുടെ രഹസ്യം എന്ന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ കുടുംബത്തിലാണ് യേശു ജനിച്ചത്. സാധാരണക്കാരായ ആട്ടിടയന്മാരായിരുന്നു ഈ സംഭവത്തിൻ്റെ ആദ്യ സാക്ഷി. അപ്പോൾ ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം അല്ലേ? അവൻ അല്ലേ അതിൻ്റെ അടുത്ത് തന്നെ ആടുകൾക്ക് പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്കാണ് ഒക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പം നമ്മളതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ആദ്യ സാക്ഷ്യം, ഈ ദാരിദ്ര്യത്തിൽ സ്വർഗീയ മഹിമ പ്രകാശിതമായി. ഈ രാത്രിയുടെ മാഹാത്മ്യം സഭ അവിരാമം ആലപിക്കുന്നു. കണ്ടോ, ഈ രാത്രിയുടെ മാഹാത്മ്യം സഭ അവിരാമം, അതായത് വിരാമമില്ലാതെ അല്ലെങ്കിൽ തുടർച്ചയായി ഇടതടവില്ലാതെ ആലപിക്കുന്നു. എന്ത് മനസ്സിലായി നമുക്കതിൽ നിന്ന്? ഒന്നും കൂടി നോക്കിയേ. ഈ രാത്രിയുടെ മാഹാത്മ്യം സഭ അവിരാമം ആലപിക്കുന്നു. അവിരാമം ആലപിക്കുന്നു. എന്ത് മനസ്സിലായി നമുക്കതിൽ നിന്ന്? അതായത് നമ്മൾ കുർബാനനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കേട്ടിട്ടുള്ളവർക്കറിയാം, യേശു ക്രിസ്തു തൻ്റെ സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ അവൻ്റെ മനുഷ്യാവതാരത്തെ എല്ലാ ദിവസവും തൻ്റെ ആരാധനക്രമത്തിലൂടെ പുനരാവിഷ്കരിക്കുന്നു. എന്തു ചെയ്യുന്നു? അവൻ്റെ മനുഷ്യാവതാരത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ 7 രഹസ്യങ്ങളെ അല്ലെങ്കിൽ 8 രഹസ്യങ്ങളെ ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ എന്തു ചെയ്യുന്നു? പുനരാവിഷ്കരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ രഹസ്യമാണ് എന്ത്? ഈ മനുഷ്യാവതാരം. അപ്പം വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അത് എവിടെയാണ് സംഭവിക്കണേ? ഈ മനുഷ്യാവതാരം എന്ന രഹസ്യമുണ്ടല്ലോ, എവിടെയാണത് നടക്കുന്നത്? അതിപ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ 1-2 പേരൊക്കെ ഇത് കേട്ടിട്ടുള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ അത് ഇവിടെയാണ് അത് സംഭവിക്കണത്. എന്തെന്നാണ്? ഈ 14-ാമത്തെ 13-ാമത്തെ വചനം ഒന്ന് വായിച്ചോ ഒന്നും കൂടി. സ്വർഗീയ ആ വചനം ഒന്നും കൂടി വായിച്ചേ. എന്തെന്നാണ്? പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ലത്തീൻ ആരാധനക്രമത്തിൽ നമ്മളെല്ലാ ദിവസവും അത് ആലപിക്കാറില്ല അല്ലേ? എന്നാൽ പ്രധാനപ്പെട്ട തിരുനാളുകളിലും ആഘോഷപൂർവമായ തിരുകർമ്മങ്ങളിലും അല്ലേ, ആരാധനക്രമങ്ങളിലും ഈ ഗാനം ആലപിക്കാറുണ്ട്. എന്തെന്നാണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ. പാടിക്കോ, നിങ്ങൾ പാടൻ്റെ കൂടെ. ദൈവമേ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ട്യൂണിലൂടെ ഞാൻ ആ 2 വരി പാടട്ടെ. അത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിത. കണ്ടോ? അങ്ങേ മഹാമഹിമയ്ക്കിത. എന്താണ് അങ്ങേ മഹിമ? ദൈവം മനുഷ്യനായിരിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിത നന്ദി ചൊല്ലുന്നിവർ. ആരാണ് നന്ദി ചൊല്ലണത്? ഈ വിശ്വാസി സമൂഹം. ആരാധനക്രമത്തെ സംബന്ധിച്ച് ഈ വിശ്വാസി സമൂഹം മുഴുവനും എന്ത് ചെയ്യുന്നു? അങ്ങേ മഹാമഹിമയ്ക്കിത നന്ദി ചൊല്ലുന്നിവർ. ഇവർ കണ്ടോ? നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. മനസ്സിലായോ? എടാ അതങ്ങനെ വെച്ചു. മനസ്സിലായോ? നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. മനസ്സിലായോ?
നമുക്കൊന്നുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ മനസ്സിലായോ? ഇതിപ്പോൾ ഒന്നും കൂടി നോക്കിയേ. ഈ രാത്രിയുടെ മാഹാത്മ്യം, ഏത് രാത്രിയുടെ മാഹാത്മ്യം? ആ ബെത്ലഹേമിൽ, ആ കാലിത്തൊഴുത്തിൽ, ആ പുൽത്തൊട്ടിയിൽ സംഭവിച്ച ആ ജനനമുണ്ടല്ലോ, മനുഷ്യാവതാരമെടുത്ത യേശുക്രിസ്തുവിൻ്റെ, ആ രാത്രിയിൽ നടന്ന മാഹാത്മ്യം സഭ അവിരാമം എങ്ങനെയാണ് ആലപിക്കണത്? തുടർച്ചയായത് ആലപിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ നിരന്തരം സഭ അത് ആലപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ലത്തീൻ ആരാധനക്രമത്തിൽ എന്തില്ല, എല്ലാ ദിവസവും അത് ആലപിക്കാറില്ല. മനസ്സിലാവുണ്ടോ? അപ്പം അതാണ് ഗ്ലോറിയ, അല്ലേ? ഗ്ലോറിയ എന്ന് പറയണത്, ഗ്ലോറിയ, ആ ഗാനത്തിൻ്റെ പേരാണ് എന്തല്ലേ, ഗ്ലോറിയ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയ ചില സെൻറ്റൻസും കൂടി എഴുതിയിട്ടുണ്ട്. അതും കൂടി ഞാനൊന്ന് വായിക്കട്ടെ. നിത്യനായവന് കന്യക ഇന്ന് ലോകത്തിലേക്ക് ജന്മം നൽകുന്നു. കണ്ടോ, നിത്യനായവന് കന്യക ഇന്ന് ലോകത്തിലേക്ക് ജന്മം നൽകുന്നു. അനഭിഗമ്യമായവന് ഭൂമി ഒരു ഗുഹ സമ്മാനിക്കുന്നു. അപ്പോൾ ഗുഹയിലാണ്. അപ്പം അന്നെല്ലാം അവിടെ ഗുഹകൾ, ഓരോ ഗുഹകളൊക്കെ ആയിരുന്നു എന്നാണ് പറയണേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ഗുഹയിലാണ് ഈശോ ജനിച്ചതെന്നും പറഞ്ഞു. അനഭിഗമ്യനായവന് ഭൂമി ഒരു ഗുഹ സമ്മാനിക്കുന്നു. മാലാഖമാരും ആട്ടിടയന്മാരും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ആ മഹത്വപ്പെടുത്തലാണ് നമ്മിപ്പോൾ കേട്ടത്. എന്ത്? ഗ്ലോറിയ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ളത്. നക്ഷത്രത്തിനൊപ്പം ഇതാ ജ്ഞാനികൾ വരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിക്കണേ, നമ്മൾ ക്രിസ്തുമസിന് നക്ഷത്രം തൂക്കാറുണ്ടല്ലേ? എന്താണ് അതിനർത്ഥം? ഒരർത്ഥം ഉണ്ടാവില്ലേ? വെറുതെ അങ്ങോട്ട് തൂക്കുകയല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണതിനും അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ, അതിനൊരു പശ്ചാത്തലം ഉണ്ടാവും. നമ്മൾ ക്രിസ്തുമസിന് നക്ഷത്രം തൂക്കുന്നു. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? എന്താണ് അതിൻ്റെ അർത്ഥം? ആണ് തീർച്ചയായിട്ടും. പക്ഷെ അതാണല്ലോ നമ്മളിപ്പോൾ വായിച്ചത് ഇവിടെ. നക്ഷത്രത്തിനൊപ്പം ഇതാ ജ്ഞാനികൾ വരുന്നു. അതായത് ആ നക്ഷത്രം ആരുടെ അടുത്ത്, ആരെയാണ് കാണിച്ചു കൊടുത്തത്? ജ്ഞാനികൾക്ക്. ആ നക്ഷത്രം അല്ലേ, നക്ഷത്രത്തിനെ നോക്കിയാണ് ജ്ഞാനികൾ പോയത്. എവിടെ പോയിട്ടാണ് നക്ഷത്രം നിന്നത്? ഉണ്ണീശോന്റെ അല്ലേ മുകളിലായിട്ട് വന്ന ആ നക്ഷത്രം നിന്നു എന്നാ പറയുന്നത്. അപ്പം ആ നക്ഷത്രമാണ് എന്ത്? നമ്മളിന്ന് ക്രിസ്തുമസ് എന്ന ആ അവൻ്റെ മനുഷ്യാവതാരം എന്ന ആ ആരാധനക്രമത്തിലേക്ക്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ നക്ഷത്രമാണ് അതിൻ്റെ പ്രതീകമാണ്. അന്ന് ജ്ഞാനികൾ കണ്ട നക്ഷത്രമില്ലേ, ആ നക്ഷത്രത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടയാളമാണ് എന്ത്? നമ്മൾ ഇന്ന് വീട്ടിൽ തൂക്കുന്ന നക്ഷത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ക്രിസ്തുമസ് കഴിയുമ്പോൾ തന്നെ അങ്ങനെ അല്ലേ, അടുത്ത ആഴ്ച തന്നെ അല്ലെ 2 ആഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഊരി മാറ്റാറുണ്ടല്ലേ. ഞാനൊരു മാസവും കൂടിയൊക്കെ ഇടും, ജനുവരി മുഴുവനൊക്കെ ഇടും അങ്ങനെ. അപ്പോൾ ചിലവരൊന്നും ഇതെന്താ ഇനിയിപ്പോൾ ഇത് മാറ്റാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും ചിലവർ വന്നിട്ട്. പക്ഷെ ആ നക്ഷത്രത്തിൻ്റെ പ്രതീകം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ആ നക്ഷത്രം? നമ്മൾ രസത്തിന് വേണ്ടിയിട്ടാണോ? ഇപ്പോൾ ആ വിപണിയിൽ കുറേ നക്ഷത്രങ്ങളും വളരെ ബിസിനസ്സായിട്ട് വളരെ അല്ലേ, LED ബൾബ് അല്ലാണ്ട് ഭയങ്കര സംഭവങ്ങളായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു നക്ഷത്രം അത് നമ്മൾ തൂക്കുമ്പോൾ എന്താണ് അത്? യേശുക്രിസ്തുവുമായിട്ട് ആ നക്ഷത്രത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് എന്താ പറയാനുള്ളത്? ആ നക്ഷത്രം എന്തോ പറയാനുണ്ട് നമ്മളെടുത്ത്. മനസ്സിലായോ? അപ്പോൾ ആ നക്ഷത്രത്തിനൊപ്പം ഇതാ ജ്ഞാനികൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ നക്ഷത്രം, അപ്പോൾ ഈ ജ്ഞാനം, നക്ഷത്രം ജ്ഞാനത്തിൻ്റെയും കൂടിയും പ്രതീകമാണ്. 1 കൊറിന്തോസ് 1:30 വായിച്ചേ. 1 കൊറിന്തോസ് നിങ്ങൾ ആരെങ്കിലും എടുത്തൊന്ന് വായിച്ചേ ബൈബിളിൽ നിന്ന്. 1 കൊറിന്തോസ് 1:30. 1 കൊറിന്തോസ് 1:30 വായിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. 1 കൊറിന്തോസ് 1-ാം അധ്യായം 30-ാമത്തെ വചനം മാത്രം ഒന്ന് വായിച്ചേ. പതുക്കെ വായിക്കണം.
ആ ആ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. 4 കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഒന്നും കൂടി വായിച്ചേ. ഞാൻ നിർത്താൻ പറയുമ്പോൾ നിർത്തണം. ഒന്നും കൂടി വായിച്ചേ. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നിർത്ത് കണ്ടോ, 4 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞേ? ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും. അപ്പൊ ജ്ഞാനവും. അപ്പൊ ആരാണ് ജ്ഞാനം? ഇപ്പൊ ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയ വിശ്വാസി സമൂഹങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. എങ്ങനെ പറയും? ആ ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളിൽ പറയുന്ന ആളെ ആരാണെന്ന് പറയും? മാതാവാണെന്ന് പറയും. ആ ജ്ഞാനെ മാതാവാണെന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ എംപറർ ഇമ്മാനുവേലുകാരൊക്കെ അങ്ങനെ പറയും. മനസ്സിലായോ? അപ്പോൾ ജ്ഞാനം എന്നത് ആരാണ്? ക്രിസ്തു തന്നെയാണ്. ആ ജ്ഞാനം നമുക്കെങ്ങനെയാണ് ലഭിച്ചിരിക്കണേ? നമുക്കെങ്ങനെ ലഭിച്ചു? നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെ ലഭിച്ചു? വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾക്ക് എന്ത് ലഭിച്ചിരിക്കണു? ഈ ജ്ഞാനം നമ്മളുടെ ആത്മാവിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാണ് ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയണം. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കിട്ടുക. അപ്പോൾ നക്ഷത്രത്തിനൊപ്പം ഇതാ ജ്ഞാനികൾ വരുന്നു. എന്തെന്നാൽ അവൻ നമുക്കായി പിറന്നു, ഇളം പൈതൽ നിത്യദൈവം. കണ്ടോ? ഇളം പൈതൽ നിത്യദൈവം. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് സ്തുതിക്കാം. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, praise you Lord, praise you Jesus. Hallelujah, 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 hallelujah. Thank you Lord, praise you Lord, praise you Jesus. Hallelujah. ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഏത് പുസ്തകം നിങ്ങളെവിടെ കണ്ടേക്കണേ? ഇത് പുരോഹിതൻ അല്ലേ? നമ്മുടെ ദൈവാലയത്തിൽ പുരോഹിതൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ആരാധനക്രമ ലിറ്റർജി പുസ്തകമാണ്. റോമൻ മിസലി വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ ഇവിടെ 50ഓളം എന്തുണ്ട്? ആമുഖ ഗീതികളുണ്ട്. എന്തുണ്ട്? ആമുഖ ഗീതികൾ. ആമുഖ ഗീതി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഒരാൾ നല്ല പ്രായമുള്ള കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു ലീഡർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അപ്പോൾ ആമുഖ ഗീതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ആദ്യം പാട്ടല്ലേ പാടുന്നത്, ആദ്യം പാട്ട് പാടിയിട്ടൊക്കില്ലേ. അപ്പോൾ ആമുഖ ഗീതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പേര് കേൾക്കുമ്പോൾ എന്തെന്നാണ്? ആമുഖ ഗീതി എന്ന് വെച്ചാൽ ആമുഖത്തിലല്ലേ. അപ്പം ഞാനതിപ്പോൾ ഇത് കണ്ടോ, ആഗമനകാലത്തെ കണ്ടോ, ആഗമനകാലത്തെ 1-ാം ആമുഖ ഗീതി, ആഗമനകാലത്തെ 2-ാം ആമുഖ ഗീതി. അപ്പോൾ അതാത് ആരാധന വത്സര കാലഘട്ടത്തിന് അതാത് ആമുഖ ഗീതികളുണ്ട്. അതാത് ആരാധന ക്രമ കാലഘട്ടത്തിന് അതാത് ആമുഖ ഗീതികളുണ്ട്. അപ്പോൾ ആഗമനകാലം ഇപ്പം ഇന്ന് നിങ്ങൾ ബലിയർപ്പിക്കാൻ പോയില്ലേ? ബലിയർപ്പണത്തിൽ പങ്കുകൊണ്ടോ? ഇന്ന് കൊണ്ടോ? അപ്പോൾ ആമുഖ ഗീതി ഇന്ന് വൈദികൻ പ്രാർത്ഥിച്ചതും ഞാനതിവിടെ പറയാം. അപ്പം അതിനു മുൻപ് ആഗമനകാലത്തെ 1-ാം ആമുഖ ഗീതി അതൊന്ന് വായിക്കട്ടെ. അപ്പം ഞാനത് ആദ്യം തൊട്ടിങ്ങനെ വായിക്കാട്ടോ. കർത്താവ് നിങ്ങളോട്. അപ്പോൾ എവിടെയാണ് ഈ ആമുഖ ഗീതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ മുതലേ വായിക്കണത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, എവിടെയാണ് ആമുഖ ഗീതി എന്ന് ഇനി ആരോടും നിങ്ങൾ ചോദിക്കരുത്. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മറുപടി കൊടുക്കണം. മനസ്സിലായോ? കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം, അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ആമുഖഗീതിയിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് ആമുഖഗീതി തുടങ്ങാൻ പോകുന്നത്. ഇത്രയും കോമൺ പ്രാർത്ഥനയാണ് ആമുഖ ഗീതിയിലേക്ക് പ്രവേശിക്കാനുള്ളത്. എന്നിട്ട് പറയാണ്, പ്രഥമ ആഗമനത്തിൽ, അതായത് അവൻ്റെ ആദ്യ ആഗമനം.
ആദ്യ ആഗമനമാണ് അവൻ്റെ മനുഷ്യാവതാരം. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട്, എളിയ ശരീരപ്രകൃതി അതായത് മനുഷ്യ പ്രകൃതി അവൻ സ്വീകരിച്ചു. അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർവിക പദ്ധതിയുടെ സംവിധാനം അതായത് പൂർവ്വപിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ഉടമ്പടി എന്താണ്? രക്ഷ. ഒറ്റവാക്കി പറഞ്ഞ, ഞാൻ നിങ്ങളെ രക്ഷിക്കും അല്ലേ? അപ്പം അതാണ് അപ്പം മനസ്സിലായോ? നമ്മൾ ഈ ആമുഖ ഗീതിയൊക്കെ അവിടെ പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് അറിയണവരെ ഞാനും എന്ത് ചെയ്യുമായിരുന്നു? എന്താണ്ടൊക്കെ പ്രാർത്ഥിക്കണുണ്ട്. ഇതിപ്പോൾ നമുക്കെല്ലാം കേൾക്കാനും പറ്റൂല, അല്ലെ കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നോക്കിയേ, പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട്, അതായത് ദൈവം ആരായി? മനുഷ്യനായി പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിച്ചോ അല്ലേ? പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ വരണമെങ്കിൽ അവൻ്റെ ദ്വിതീയ ആഗമനം, ഇനി ആദ്യത്തെ ആഗമനം ഓക്കെ, ഇനി എന്തുണ്ട്? അതിനാണ് ദ്വിതീയ രണ്ടാം വരവ് അല്ലേ? അപ്പോൾ അത് അവിടെ വരുമ്പോഴാണ് അതിൻ്റെ മുഴുവനും ആകുന്നത്. പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ കണ്ടോ രണ്ടാമത്തെ ആഗമനം വന്നേക്കണോ? രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണേ. ആകയാൽ ഇത് ആമുഖഗീതി എവിടെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നത്. ഒരുമാതിരപ്പെട്ടവർക്ക് ഞാൻ ചോദിച്ചിട്ട് അറിയില്ല. ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞത് അതെല്ലാവർക്കും അങ്ങനെ അറിയില്ല. നമ്മളെല്ലാ ദിവസവും കേൾക്കണതാണ്, മനസ്സിലായോ? നമ്മളെല്ലാ ദിവസവും കേൾക്കുന്നതാണ് ഈ പ്രാർത്ഥന. നമ്മളൊരാളോട് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യാനോട് ചോദിച്ചാൽ പക്ഷേ പെട്ടെന്ന് അത് പറയാൻ അവർക്ക് പറ്റണില്ല. കണ്ടോ? എന്നിട്ട് അപ്പം ആമുഖ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ഓസാന. മനസ്സിലായോ? ഇപ്പം എവിടെയാണ് ആമുഖ ഗീതി ആരംഭിക്കണേന്നും എവിടെയാണ് അവസാനിക്കണേന്നും ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് അത്രയും വ്യക്തത വന്നിട്ടുണ്ടാവില്ലായിരിക്കും, എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? അപ്പം ഇത് ഈ ആമുഖ ഗീതി ആഗമന കാലത്തെ ഒന്നാം ആമുഖ ഗീതിയാണ്. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഈസ്റ്ററിനോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റില്ല. മനസ്സിലായി? പിന്നെ ആഗമന കാലത്തെ രണ്ടാം ആമുഖ ഗീതി, അതും കൂടിയൊക്കെ ഒന്ന് വായിച്ചോട്ടെ. അപ്പം നിങ്ങൾക്ക് അതെങ്ങനെയാണ് ആ പ്രാർത്ഥന തുടങ്ങണേന്നൊക്കെയാണ് ഞാൻ ആദ്യം മുതൽ വായിച്ചത്. ഇപ്പോൾ ആദ്യം മുതൽ വായിക്കുന്നില്ല, ആ ആമുഖ ഗീതി മാത്രം വായിക്കുകയാണ്. യോഗ്യവും രക്ഷാകരവും അല്ലേ ഉചിതവുമാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ആമുഖ ഗീതിയിലേക്ക് കിടക്കണേ. ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം കണ്ടോ, എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. ആരെ പ്രവചിച്ചു? ഈശോനെ കുറിച്ച് പറഞ്ഞോ ഇല്ലയോ? എന്താണ്? എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ, അതായത് യേശുവിനെ പ്രവചിച്ചു. കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ പ്രവചിച്ചിരുന്നു. എൻ്റെ കൂടെയുള്ള അനീഷ് പ്രവചനമാണത്. ഒരു കൂട്ടായ്മക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവചനമാണത്. പരിശുദ്ധാത്മാവാണ് ചെയ്യണത്. അത് ആദ്യം ഭാഷാപരത്തിൽ വരും, എന്നിട്ട് അതിനെ നമ്മുടെ ഭാഷ അല്ലേ, നമുക്കറിയാവുന്ന ഭാഷയിൽ അതിന് വ്യാഖ്യാനം തരും. പ്രവചനമാണ്, അതാണ് പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ, അതായത് നിർവചിക്കാനാവാത്ത സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു ഇല്ലേ, അവിടുത്തെ സംവഹിച്ചു ഗർഭപാത്രത്തിൽ. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും, യോഹന്നാൻ അവിടുത്തെ വരവിനെ, സ്നാപയോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും. എങ്ങനെയാണ് പാടിപ്പുകഴ്ത്തിയേ അല്ലേ? അവൻ മരുഭൂമിയിലേക്ക് പോയിട്ട് അവൻ യേശുവിനെ പ്രഘോഷിച്ചോ? മനസ്സിലായോ? ഇതാണ് പാടിപ്പുകഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവനൊരു പാട്ട് വല്ലതും പാടിയോ മരുഭൂമിയിൽ പോയിട്ട്? മനസ്സിലാവുണ്ടോ? ആ യോഹന്നാൻ അവിടുത്തെ വരവിനെ അതാണ് എങ്ങനെയാ പാടിപ്പുകഴ്ത്തിയത് അല്ലേ? എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല.
ഇതാണ് അവനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞത്. ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം. എന്താണ് പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദിവനെ പിടിച്ചോ, മനസ്സിലായോ? ദിവനാണ് ആള്, മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ ഇനി ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ ഒന്നും കൂടി. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ആമുഖഗീതി ഏത് ആമുഖഗീതിയായിരുന്നു പ്രാർത്ഥിച്ചത്? ഇപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടില്ലേ? ഇപ്പം ഞാൻ വായിച്ചില്ലേ? എന്തെന്നാണ്? എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. ആ യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. ആകയാൽ മാലാഖമാരോടൊത്തും പ്രധാന മാലാഖമാരോടൊത്തും ഭദ്രാസന്മാരോടൊത്തും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. ഓശാന ഓശാന ഓശാന. ഇന്ന് നിങ്ങൾ കേട്ട, അല്ലെങ്കിൽ ലത്തീൻ ആരാധനക്രമത്തിൽ എല്ലാ ഇടവകളിലും കേട്ട ആമുഖ ഗീതിയാണ് ഇപ്പം ഞാൻ രണ്ടാമത് വായിച്ചത്. അതായത് ആഗമന കാലത്തെ രണ്ടാം ആമുഖ ഗീതി. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് അക്ഷരമൊന്നും ക്ലിയർ ആവില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് വായിക്കണമെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ അടുത്ത്. ഇതൊക്കെ നമുക്കങ്ങനെ. എന്നിട്ട് പിന്നിപ്പുറത്താണ് കർത്താവിൻ്റെ തിരുപ്പിറവി, അതായത് അവൻ്റെ മനുഷ്യാവതാരം. അന്ന് വായിക്കുന്ന ആമുഖഗീതി തിരുപ്പിറവി 1-ാം ആമുഖഗീതി, കർത്താവിൻ്റെ തിരുപ്പിറവി 2-ാം ആമുഖഗീതി, കർത്താവിൻ്റെ തിരുപ്പിറവി 3-ാം ആമുഖഗീതി. മനസ്സിലായോ? അപ്പം അതും കൂടി ഒന്ന് ഓടിച്ച് വായിച്ചേക്കട്ടെ. നിങ്ങൾക്ക് അറിയണോ ഇത്? മനസ്സിലായോ? കർത്താവിൻ്റെ തിരുപ്പിറവി നേരത്തെ ആഗമനകാലം, ഇനി കർത്താവിൻ്റെ തിരുപ്പിറവിയിലേക്കുള്ള ആമുഖഗീതി. അന്നത്തെ ആമുഖഗീതിയാണ് 3 ആമുഖഗീതികളുണ്ട്. അപ്പം അത് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പം എങ്ങനെയൊക്കെയാണ് ആ പ്രാർത്ഥന. അപ്പം ഞാൻ ആ ആമുഖഗീതിയുടെ ആ പ്രാർത്ഥനാ വാചസ്സുകൾ മാത്രമേ വായിക്കാൻ പോണേ. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി. കണ്ടോ? എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി. എന്താണ് വചനത്തിൻ്റെ രഹസ്യം? ഇല്ലേ? ദൈവം വചനം ആരായി? മാംസമായി, മനുഷ്യനായി. അതാണ് എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക്, ഞങ്ങളുടെ ഈ കണ്ണുകൾക്കല്ല, ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക്, ആന്തരിക നേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ, അങ്ങനെ ദൃശ്യരൂപത്തിൽ ഞങ്ങൾ ദൈവത്തെ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. എന്നിട്ടാണ് പിന്നെ എല്ലാ മാലാഖമാരോടും സ്വർഗീയ സൈന്യങ്ങളോടുമൊത്ത് അവിരാമം ഞങ്ങളും ആലപിക്കുന്നു ഓശാന ഓശാന എന്നുള്ള. മനസ്സിലായോ? ഇനി 2-ാം ആമുഖഗീതി കർത്താവിൻ്റെ തിരുപ്പിറവി, അവൻ്റെ ജനനത്തിൻ്റെ അന്നുള്ള ആമുഖഗീതിയാണ് ഈ പറഞ്ഞത്. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ, അതായത് അവൻ്റെ മനുഷ്യാവതാരം നടന്ന ആ നിമിഷം മുതൽ ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ, കണ്ടോ? അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതി എന്തെന്നാണ്? അവൻ്റെ ദിവ്യപ്രകൃതി എന്താ? ദിവ്യപ്രകൃതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈവത്വം. അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും, കണ്ടോ? അവൻ്റെ ദിവ്യപ്രകൃതിയിൽ അവൻ അദൃശ്യനായിരുന്നില്ലേ മനുഷ്യാവതാരം എടുത്തപ്പോൾ? അതാണ് അവൻ്റെ ദൈവത്വത്തിൽ അവൻ അദൃശ്യനായി നിന്നു. തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. ഇത് കൊണ്ടുവന്നേ കണ്ടോ? ഞങ്ങളുടെ ശ്രദ്ധിച്ചോട്ടോ. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും, ഇത് കണ്ടോ? നിങ്ങളിത് കണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് കർത്താവ് ഒരു പ്രേരണ തന്നത് ഇങ്ങനെ കാണിക്കണം. കണ്ടോ? ഇപ്പം നമ്മൾ എന്താ വായിച്ചേ? ഇത് കണ്ടോ? ഇത് നോക്കിയേ നിങ്ങൾ, ഇത് നോക്കിയേ. ഈ സംപൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതി, കണ്ടോ? ഈ ആളാരാണ്? ഈ ശിശു ആരാണ്?
അല്ലേ? യേശു മാത്രമാണ്, അത് ദൈവമാണ്. കണ്ടോ, ഈ ദിവ്യപ്രകൃതിയിൽ അവൻ മറഞ്ഞിരിക്കുകയാണ്. ആ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതി, കണ്ടോ, നമ്മളുടെ ബലഹീനമാക്കപ്പെട്ട ഉത്ഭവപാപത്തിലൂടെ അധപ്പതിച്ച നമ്മളുടെ ഈ മനുഷ്യ പ്രകൃതി ശരീരമാണ് ആര് സ്വീകരിച്ചത്? ഈ ഉണ്ണീശോ സ്വീകരിച്ചതെന്ന്. ദൈവ മനുഷ്യനാകാൻ വേണ്ടി എടുത്ത പദ്ധതി ഇപ്രകാരമായിരുന്നു. കണ്ടോ, ശ്രദ്ധിക്കണേ. അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായതാണ് ഈ കാണുന്നത്. എന്നിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും. കണ്ടോ, കാലങ്ങൾക്ക് മുൻപേ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, അബ്രാഹത്തിന് മുൻപേ ആരുണ്ട്? ഞാനുണ്ട്. നിനക്കിനി 50 വയസ്സായിട്ടില്ല. അവൻ വലിയ കഥയും പറഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നെന്തുണ്ടായി എന്നൊക്കെ നമുക്കറിയാം, എറിയാൻ കല്ലൊക്കെ എടുത്ത്. കണ്ടോ, അബ്രാഹത്തിന് മുൻപേ ഞാനുണ്ടെന്ന്. അതാണ് കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും. ഇത് കണ്ടോ, ആമുഖ ഗീതിയിലെ പ്രാർത്ഥനകളാണ് ഇത്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് മുമ്പേ, അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ മുൾപടർപ്പിൽ സംസാരിച്ച ദൈവമില്ലേ, അവൻ തന്നെയാണ്. ആ കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും അവൻ കാലത്തിലായിരിക്കാൻ തുടങ്ങിയത് എങ്ങനെയാ? അതെങ്ങനെയാ കാലത്തിലായിരിക്കാൻ തുടങ്ങിയത്? കണ്ടോ, കാലത്തിലായിരിക്കാൻ ആയതെങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? അങ്ങനെ ചിതറിക്കപ്പെട്ടതെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴി തെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. അതായത് ഉത്ഭവപാപത്തിലൂടെ ആദവും ഹവ്വയും ചെയ്ത ആ പ്രവൃത്തിയിലൂടെ സ്വർഗം എന്ത് ചെയ്തു? എന്താക്കപ്പെട്ടു? സ്വർഗം എന്ത് ചെയ്തപ്പെട്ടു? അടക്കല്ലേ? പക്ഷെ ആ സ്വർഗം ആര് തുറന്നു തന്നു വീണ്ടും? ഈശോ അവൻ്റെ പെസഹ രഹസ്യത്തിലൂടെ, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണത്തിലൂടെ എന്ത് ചെയ്തു? അവൻ നമുക്കായി സ്വർഗം തുറന്നു തരികയും. ഇനി വേറെ ഒക്കെ ഉണ്ട് ആമുഖ ഗീതി, ഇതിലും പ്രമാദമായ. ഞാനിപ്പോൾ അതിലോട്ടൊന്നും കടക്കണില്ല. ഞാൻ വേറെ രീതിയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കണേ ഈ കാര്യത്തിൽ. മനസ്സിലാവുണ്ടോ? അപ്പം ഇത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ ഈ ഒരു അവസ്ഥ. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ കാണുമ്പോഴല്ലേ ആ ഒരു ഇത് മനസ്സിലാവണേ. കാലങ്ങൾക്ക് മുമ്പ് ജാതനാണെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങിയതാണ്. മനസ്സിലാവുണ്ടോ? എനിക്കിത് പറഞ്ഞിട്ടും മതിയാവണില്ല. മനസ്സിലാവുണ്ടോ? ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. 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 അതോടിരിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. 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 അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? വലിയ കടുകെട്ടിയൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇനി പതുക്കെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഗ്ലോറിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? ഗ്ലോറിയുടെ, അതായത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന്. ആ നസ്രത്തിലേശു എന്നെടുത്ത് നസ്രത്തിലേശു ആ ഗ്ലോറിയ ആടുന്ന ആ ഒരു അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സാധാരണ പുസ്തകം കാണുമ്പോൾ അല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാം ഇതെന്താണ്, ആരെഴുതിയതാണ് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? നസ്രത്തിലെ യേശു അവൻ്റെ ബാല്യകാല ചരിത്രത്തെക്കുറിച്ചാണ് എഴുതിയേക്കുന്നത്. ഇത് 3-ാം വാല്യം, അതായത് 3-ാം വോളിയം, 3-ാമത്തെ പുസ്തകം. അപ്പോൾ ഇതിനു മുമ്പ് 2 പുസ്തകങ്ങളുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇത് എഴുതിയത് ആരാണ് എഴുതിയത്? ഒന്ന് നോക്കിയേ. കണ്ടോ, ജോസഫ് റാറ്റ്സിംഗർ. അതാരാണ്? മെത്രാനായിരുന്ന ഒരു പുരോഹിതനായിരുന്ന ഒരു മെത്രാനായിരുന്ന ജോസഫ് റാറ്റ്സിംഗർ. അദ്ദേഹം പിന്നീട് ആരായി? ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, കണ്ണം പറഞ്ഞ കാര്യമാണോ? ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ എൻ്റെ പുസ്തകം കൊടുക്കും. Hallelujah. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Jesus. Hallelujah. അതുകൊണ്ടേക്കോ അതെടുത്തുണ്ടോ?
അപ്പോൾ ഈ പുസ്തകത്തിൽ 120-ാമത്തെ പേജ് നമ്പർ ഈ പുസ്തകത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, ഞാനപ്പോൾ അത് വായിക്കണം നിങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഗ്ലോറിയ എന്ന നമ്മുടെ മഹത്വത്തിൻ്റെ ഗീതം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന ഇതിനെക്കുറിച്ച് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ എഴുതിയിട്ടുള്ള നസ്രത്തിലെ യേശു എന്ന പുസ്തകത്തിൽ നിന്ന് ഞാനത് വായിക്കാൻ പോവാണ്. 120-ാമത്തെ പേജാണ്. അപ്പോൾ അതിൽ 119-ാമത്തെ പേജിൻ്റെ നിന്ന് കുറച്ച് ഭാഗം ഉണ്ട്. അപ്പോൾ അത് വായിക്കട്ടെ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൈവദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവദൂതന്മാർ പറഞ്ഞു എന്നാണ് സുവിശേഷകൻ എഴുതിയത്. എന്നാൽ ദൈവദൂതന്മാരുടെ സംസാരത്തെ സംഗീതമായിട്ടും ഗാനാലാപനമായിട്ടുമാണ് ക്രൈസ്തവ പാരമ്പര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. ഗാനഗന്ധർവന്മാരാണല്ലോ ദൈവദൂതന്മാർ. അവരുദ്ഘോഷിച്ച വലിയ ആനന്ദത്തിൻ്റെ മഹാ തേജസ് ആ ദേവരാഗത്തിൽ തൊട്ടറിയാവുന്ന തരത്തിൽ സന്നിഹിതമാകുന്നു. അതിനാൽ ദൂതന്മാർ ആലപിച്ച ദൈവസ്തുതിയുടെ ദേവസംഗീതം ആ നിമിഷം മുതൽ ഇന്ന് വരെ നിശബ്ദമായിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തെന്ന്, ഓരോ ആരാധനക്രമത്തിലും, അതായത് എല്ലാ ദിവസവും നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ മനുഷ്യാവതാരം എന്ന രഹസ്യത്തെ പുനരാവിഷ്കരിക്കുന്നു സഭ തൻ്റെ ലിറ്റർജിയിലൂടെ. അപ്പോൾ ആ ഗ്ലോറിയ പാടുമ്പോൾ എന്താണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന ആ ഗാനം, ആ ഗ്ലോറിയ, ആ ഗാനം അതെന്താണെന്ന് ഇവിടെ പറയണേ, ആ ദൈവസ്തുതിയുടെ ദേവസംഗീതം ആ നിമിഷം മുതൽ ഇന്ന് വരെ നിശബ്ദമായിട്ടില്ല. നൂറ്റാണ്ടുകളിലൂടെ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ ജന്മദിനാഘോഷത്തിൽ അത് ഏറ്റവും പച്ചപ്പോടെ തളിരിടുകയും അതിൻ്റെ സംഗീതം അലയടിക്കുകയും ചെയ്യുന്നു. കണ്ടോ, അത് എല്ലാ ദൈവാലയങ്ങളിലും ഓരോ ബലിയർപ്പിക്കപ്പെടുമ്പോഴും ഈ മനുഷ്യാവതാരം എന്ന സീറോ മലബാർ റീത്തിൽ മനുഷ്യാവതാര കീർത്തനം എന്നുകൂടി ഇതിനെ, മാലാഖമാരുടെ കീർത്തനം, മനുഷ്യാവതാര കീർത്തനം, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയും കൂടി അതിനെ അവിടെ സീറോ മലബാർ റീത്തിലെ ആരാധനക്രമത്തിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും നിലച്ചിട്ടില്ല. ഇനിയൊട്ട് അവൻ്റെ രണ്ടാം വരവ് വരെ അതൊട്ട് നിലയ്ക്കുകയുമില്ല. ഏത് ഭൂമിയിൽ ആരാധനക്രമത്തിൽ, സ്വർഗത്തിൽ അത് എന്നേക്കുമായിട്ട് നിലനിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ ജന്മദിനാഘോഷത്തിൽ അത് ഏറ്റവും പച്ചപ്പോടെ തളിരിടുകയും അതിൻ്റെ സംഗീതം അലയടിക്കുകയും ചെയ്യുന്നു. ദൂതന്മാരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇടയന്മാർ ശ്രുതി മീട്ടുന്നതായി ലളിത വിശ്വാസികൾ കേൾക്കുന്നതും ഹോളി നൈറ്റിൻ്റെ കരോൾ ഗാനത്തിൽ അല്ലേ പരിശുദ്ധമായ രാത്രി അല്ലെങ്കിൽ നിശബ്ദമായ രാത്രി, ഹോളി നൈറ്റ് അല്ലെങ്കിൽ സൈലൻ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ രാത്രി അല്ലെങ്കിൽ സൈലൻ്റ് സൈലൻ്റ് നൈറ്റ് അല്ലെങ്കിൽ ഹോളി നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വച്ചിട്ടുണ്ട്. അവർ ഹോളി നൈറ്റിൻ്റെ കരോൾ ഗാനത്തിൽ അവർ ഈ നിമിഷം വരെ ഒന്നു ചേരുന്നത്. അപ്പോൾ അവർ ഈ നിമിഷം വരെ ഒന്നു ചേരുന്നത് ഈ മാലാഖമാരുടെ അല്ലെങ്കിൽ മനുഷ്യാവതാര കീർത്തനത്തിൻ്റെ ഈ ഗ്ലോറിയ പാടുന്ന ആ നിമിഷം ആരാധനക്രമത്തിൽ ഈ കാര്യങ്ങളെല്ലാം അത് ഉൾച്ചേർക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഗാനം അവിടെ ആലപിക്കുന്നത്. ഓരോ ആരാധനക്രമത്തിലും അവർ ഈ നിമിഷം വരെ ഒന്നു ചേരുന്നതും സ്വാഭാവികം മാത്രം. അങ്ങനെ എല്ലാ ജനങ്ങളുടെ മേലും വർഷിച്ചിരിക്കുന്ന വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത കണ്ടു. എല്ലാ ജനങ്ങളുടെ മേലും വർഷിച്ചിരിക്കുന്ന വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത
അതാണ് ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്കായി അല്ലേ രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് എല്ലാ ജനങ്ങളുടെ മേലും വർഷിച്ചിരിക്കുന്ന വലിയ ആനന്ദത്തിൻ്റെ ഈ സദ്വാർത്ത. ലോകമാസകലം ലോകം അവസാനം വരെ, കണ്ടോ, ലോകമാസകലം ലോക അവസാനം വരെ, ലോകം മുഴുവനിലും അത് ലോകം അവസാനിക്കും വരെ പ്രഘോഷിക്കുന്നു. മനസ്സിലായി? അപ്പോൾ അതോടൊപ്പം തന്നെ അതാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്താണ് നസ്രത്തിലെ യേശു എന്ന 3-ാം വാല്യത്തിൽ ഈ എന്താണ് യേശുവിൻ്റെ ബാല്യകാല ചരിത്രകഥകൾ അല്ലേ, ചരിത്രകഥകൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വോളിയം, 3-ാമത്തെ വോളിയമാണ്. അപ്പോൾ ഇതിനു മുമ്പ് 2 വോളിയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഗ്ലോറിയ, ഈ മഹത്വത്തിൻ്റെ ഗീതം, മനുഷ്യാവതാര കീർത്തനം അല്ലെങ്കിൽ മാലാഖമാരുടെ കീർത്തനം എന്നൊക്കെ പറയപ്പെടുന്ന വിളിക്കുന്ന ഈ ഗീതം. അത് മാർപ്പാപ്പ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതിന്. അപ്പോൾ അതിനുശേഷം ഞാനപ്പോൾ ഈ 525-ാമത്തെ ഖണ്ഡിക CCC അതൊന്നും കൂടി വായിക്കട്ടെ. തിരുപ്പിറവിയുടെ രഹസ്യം എന്ന് പറയുന്നത്, ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ കുടുംബത്തിലാണ് യേശു ജനിച്ചത്. സാധാരണക്കാരായ ആട്ടിടയന്മാരായിരുന്നു ഈ സംഭവത്തിൻ്റെ ആദ്യ സാക്ഷികൾ. ഈ ദാരിദ്ര്യത്തിൽ സ്വർഗീയ മഹിമ പ്രകാശിതമായി. ഈ രാത്രിയുടെ മാഹാത്മ്യം സഭ അവിരാമം ആലപിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സഭ എങ്ങനെയാണ് തൻ്റെ ലിറ്റർജിയിലൂടെ, ആരാധനക്രമത്തിലൂടെ ഈ ഗാനം അവിരാമം ആലപിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ, അതിൻ്റെ താഴത്ത് എഴുതിയിരിക്കുന്ന ആ ചെറിയ ഭാഗവും കൂടി ഞാനൊന്ന് വായിക്കട്ടെ. നമ്മൾ നേരത്തെ വായിച്ചതാണ്, എന്നിരുന്നാലും ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കട്ടെ. നിത്യനായവന് കന്യക ഇന്ന് ലോകത്തിലേക്ക് ജന്മം നൽകുന്നു. അനഭിഗമ്യമായവന് ഭൂമി ഒരു ഗുഹ സമ്മാനിക്കുന്നു. മാലാഖമാരും ആട്ടിടയന്മാരും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. നക്ഷത്രത്തിനൊപ്പം ഇതാ ജ്ഞാനികൾ വരുന്നു. എന്തെന്നാൽ അവൻ നമുക്കായി പിറന്നു, ഇളം പൈതൽ നിത്യദൈവം. അപ്പോൾ നമ്മൾ നമ്മുടെ അല്ലേ തോമസ് പോളിൻ്റെ ധ്യാനങ്ങൾ കൂടിയവർക്കൊക്കെ അറിയാം. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ സഭ തന്നെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്തെന്ന് കണ്ടോ, ഈ മനുഷ്യവംശം മുഴുവനും, കണ്ടോ, ഈ മനുഷ്യവംശം മുഴുവനും ഈ ഉണ്ണിയേശുവിൻ്റെ അല്ലേ ശരീരത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം ഇനി മനുഷ്യവംശം മാത്രമാണോ? മറ്റെന്തെല്ലാമുണ്ട്? അപ്പം അതിനെക്കുറിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ കർത്താവും ജീവദാതാവും എന്ന ഡോക്യുമെൻറ്റിലൂടെ 3-ാമത്തെ അധ്യായം 50-ാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് വായിക്കാൻ പോവാണ്. മനസ്സിലാകും എന്താണ് ഈ മനുഷ്യാവതാരമെടുത്ത ഈ ഉണ്ണീശോയിൽ ഉണ്ടോ, ഈ ഉണ്ണീശോയിൽ അല്ലേ മനുഷ്യവംശം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് വായിക്കാം. അത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെൻ്റ്. ഇത് കണ്ടോ, കർത്താവും ജീവദാതാവും. കണ്ടോ, കർത്താവും ജീവദാതാവും. ഇത് ജോൺ പോൾ 2 മാർപ്പാപ്പ 1986 ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള എന്താണ് ഡോക്യുമെൻ്റാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളത്, കർത്താവും ജീവദാതാവും എന്ന ഡോക്യുമെൻ്റ്. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ, ഞാൻ വീണ്ടും പറയാണ്, 3-ാമത്തെ ചാപ്റ്റർ 50-ാമത്തെ ഖണ്ഡികയിൽ, 3-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ഖണ്ഡിക. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചോ. 3-ാമത്തെ കർത്താവും ജീവദാതാവും എന്ന ഡോക്യുമെൻ്റ്, അതിൽ 3-ാമത്തെ അധ്യായം, ആ 3-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ഖണ്ഡിക. മനസ്സിലായോ? അപ്പോൾ അതിൽ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ ഞാനിപ്പോൾ വായിക്കാൻ പോകണം കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. മനുഷ്യപ്രകൃതിയെ മാത്രമല്ല, അപ്പോൾ ഇവിടെ മനുഷ്യപ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യവംശത്തെ മാത്രമല്ല എന്നും കൂടി മനസ്സിലാക്കണം. മനുഷ്യ പ്രകൃതിയെ മാത്രമല്ല എന്ന് പറയുമ്പോൾ മനുഷ്യവംശത്തെ മാത്രമല്ല,
ഈ മാനുഷിക പ്രകൃതിയിൽ കണ്ടോ, ഈ മാനുഷിക പ്രകൃതിയിൽ, ഏത് മാനുഷിക പ്രകൃതിയിൽ, ഏത് മാനുഷിക പ്രകൃതിയിലാ? ഇത് കണ്ടോ, ഈ മാനുഷിക പ്രകൃതിയിൽ, കണ്ടോ, ഈ മാനുഷിക പ്രകൃതിയിൽ ഒരർത്ഥത്തിൽ മാംസമായിട്ടുള്ള എല്ലാറ്റിനെയും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, കണ്ടോ, പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം സൂചിപ്പിക്കുന്നു. ഞാൻ ഒന്നും കൂടി വായിക്കാം. മനുഷ്യപ്രകൃതിയെ മാത്രമല്ല, അതായത് മനുഷ്യവംശത്തെ മാത്രമല്ല, ഈ മാനുഷിക പ്രകൃതിയിൽ, ഏത് മാനുഷിക പ്രകൃതിയിൽ? ഈ മാനുഷിക പ്രകൃതിയിൽ ഒരർത്ഥത്തിൽ മാംസമായിട്ടുള്ള എല്ലാറ്റിനെയും, കണ്ടോ, അതായത് മനുഷ്യവംശം മുഴുവനെയും ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കണോട്ടോ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഈ ഡോക്യുമെൻ്റ് ഉണ്ടാവണം നിർബന്ധമില്ല, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത സെൻറ്റൻസ്, മനുഷ്യവംശത്തെ മുഴുവനും, എന്നിട്ട് കോമ ഇട്ടിരിക്കുകയാണ്, മനുഷ്യവംശത്തെ മുഴുവനും, എന്നിട്ട് കോമ ഇട്ടിട്ട് ദൃശ്യവും ഭൗമികവുമായ മുഴുവൻ ലോകവും, കണ്ടോ, ദൃശ്യവും ഭൗമികവുമായ മുഴുവൻ ലോകം, അതായത് സൃഷ്ടപ്രപഞ്ചം മുഴുവനും, മനസ്സിലായ അല്ലേ, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഇതിലടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം, മനസ്സിലായോ? അപ്പോൾ ഞാൻ മുഴുവൻ വായിക്കാം. മനുഷ്യവംശത്തെ മുഴുവനും, എന്നിട്ട് കോമയിട്ടിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ് ദൃശ്യവും ഭൗമികവുമായ മുഴുവൻ ലോകവും. അപ്പോൾ ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എന്ന ആരാധനക്രമത്തിൽ കാഴ്ചവെപ്പ് ഗാനം, ആ സമയത്ത് ഈ മനുഷ്യവംശം മാത്രമല്ല, സകല സൃഷ്ടപ്രപഞ്ചം മുഴുവനും അടങ്ങിയിരിക്കുന്ന ആ യേശുവിൻ്റെ ശരീരത്തെയാണ് കാഴ്ചവെപ്പ് സമയത്ത് പിതാവിന് സമർപ്പിക്കണത്, മനസ്സിലായോ? അപ്പോൾ ആ ശരീരത്തിൽ ആരുണ്ട്? മനുഷ്യവംശവും സകല സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഉണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചവെപ്പ് ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യണത് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാനത് എടുത്ത് പറയണില്ല, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് തന്നെ അറിയാലോ, മനസ്സിലായോ അല്ലേ? ഈ ഭൂമിയിലെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചിലതെല്ലാം ഭൂരിഭാഗം അത് തന്നെയായിരിക്കും നമ്മൾ പറയണത്. അപ്പോൾ ഇവിടെ കാഴ്ചവെപ്പ് ഗാനത്തിൽ എന്താണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? ആ ആരാധനക്രമത്തിൻ്റെ ആ ഭാഗം വരുമ്പോൾ, കാഴ്ചവെപ്പ് ഗാനം എന്ന ആ ഭാഗത്ത് വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം നമ്മളാകുന്ന വിശ്വാസികൾ? ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ടാണ് പുരോഹിതൻ തന്നെ, അല്ലേ, യേശു തന്നെ പിതാവിന് തൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? നമ്മളും സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും ആ ബലിപീഠത്തിൽ സമർപ്പിക്കണം, മനസ്സിലായോ? അതിൽ കുറഞ്ഞതോ കൂടിയതോ ആയ ഒരു പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കാൻ ശരിക്കും അതിൻ്റെ ആ യഥാർത്ഥ മൂല്യവും അർത്ഥവും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വേറെ രീതി പ്രാർത്ഥിക്കാൻ പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഒന്നും കൂടി ആദ്യം മുതൽ വായിക്കണതാണ്. 2, 3, 4, 5 പ്രാവശ്യമൊക്കെ വായിക്കണത് ഇതൊക്കെ ഇങ്ങനെ വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യപ്രകൃതിയെ മാത്രമല്ല, അതായത് മനുഷ്യവംശത്തെ മാത്രമല്ല, ഈ മാനുഷിക പ്രകൃതിയിൽ ഒരർത്ഥത്തിൽ മാംസമായിട്ടുള്ള എല്ലാറ്റിനെയും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, കണ്ടോ, പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം സൂചിപ്പിക്കുന്നു. മനുഷ്യവംശത്തെ മുഴുവനും, ദൃശ്യവും ഭൗമികവുമായ മുഴുവൻ ലോകവും, കണ്ടോ, ദൃശ്യവും ഭൗമികവുമായ മുഴുവൻ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടില്ലേ? എന്തെങ്കിലും ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനുഷ്യാവതാരത്തിന്, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഇല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അല്ലേ, വചനം മാംസമായി
വചനം മനുഷ്യനായി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗത്ത് 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം, അത് നിങ്ങളൊന്ന് ബൈബിൾ എടുത്ത് നോക്കിക്കോ അല്ലേ. അവിടെ എന്താ എഴുതിയേക്കണത്? എല്ലാം അവനിലൂടെ ഉണ്ടായി, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. കണ്ടോ, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പം ആ അർത്ഥത്തിലാണ് മുഴുവൻ ലോകവും, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഇവൻ്റെ ഈ മനുഷ്യാവതാരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയണത്. മനസ്സിലാവുണ്ടോ? അപ്പം ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്തിരി അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെ ശരിയാവും എന്നുള്ള ചിന്തയൊക്കെ വന്നേക്കാം. നമ്മളെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ചിന്ത വരില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അതങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അടുത്ത സെൻറ്റൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ മനുഷ്യാവതാരത്തിന് ഒരു പ്രാപഞ്ചിക പ്രാധാന്യമുണ്ട്, ഒരു പ്രാപഞ്ചിക മാനവുമുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. സൃഷ്ടിയുടെ എല്ലാം ആദ്യജാതനായവൻ. കണ്ടോ, ഈ അർത്ഥത്തിലാണ് കൊളോസോസ് 1:15 എന്ത് പറഞ്ഞത്? അവൻ എല്ലാ സൃഷ്ടി അല്ലെ ആദ്യജാതനാണെന്നൊക്കെ പറഞ്ഞിട്ട് വചനങ്ങൾ വന്നിരിക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? എല്ലാത്തിൻ്റെയും ആദ്യജാതൻ ഇവനാണ്. ആര്? ഈ ഉണ്ണീശു. മനസ്സിലായോ? ആ അർത്ഥത്തിലാണ് ആ വചനത്തെ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിയുടെ എല്ലാം ആദ്യജാതനായവൻ. കൊളോസോസ് 1:15. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ ശരീരം ധരിച്ചുകൊണ്ട്, കണ്ടോ, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ ശരീരം ധരിച്ചുകൊണ്ട് മുഴുവൻ മാനുഷിക യാഥാർത്ഥ്യവുമായി, കണ്ടോ, ശ്രദ്ധിക്കണേ, മുഴുവൻ മാനുഷിക യാഥാർത്ഥ്യവുമായി ഒരു പ്രത്യേക വിധത്തിൽ തന്നെ ഐക്യപ്പെടുത്തുന്നു. കണ്ടോ, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനെ, മനുഷ്യവംശത്തെ മാത്രമല്ല സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ ശരീരം ധരിച്ചുകൊണ്ട് മുഴുവൻ മാനുഷിക യാഥാർത്ഥ്യവുമായി ഒരു പ്രത്യേക വിധത്തിൽ തന്നെ ഐക്യപ്പെടുത്തുന്നു. ഇതൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ യാഥാർത്ഥ്യവും മാംസമാണ്. എന്നിട്ട് കുറച്ച് വചനക്കോട്ടുകൾ, പഴയ നിയമത്തിൻ്റെ ഒക്കെ വചനക്കോട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം അതൊക്കെ വലിയൊരു വിഷയമാണിത്. അപ്പോൾ അത് നമ്മൾ അതിലോട്ടൊന്നും ഇപ്പോൾ അധികം പോണില്ല, സമയക്കുറവ് കാരണം. പറയാണ്, ആ യാഥാർത്ഥ്യത്തിൽ എല്ലാ മാംസത്തോടും സൃഷ്ടി മുഴുവനോടും തന്നെ ഐക്യപ്പെടുത്തുന്നു. ആരൈക്യപ്പെടുത്തുന്നു? ഈ ഉണ്ണിയേശു നമ്മളെ ഐക്യപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഐക്യപ്പെടുത്തുന്നത്? ഒരു പ്രത്യേകമായ വിധത്തിൽ. മനസ്സിലായോ? ഇവൻ്റെ ഈ മനുഷ്യാവതാരവുമായി എല്ലാവരും എന്ന് വെച്ചാൽ മനുഷ്യവംശം മാത്രമല്ല, ഭൂമി മുഴുവനും ഐക്യപ്പെട്ടിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം മുഴുവനും. സൃഷ്ടപ്രപഞ്ചം എന്ന് വെച്ചാൽ സൃഷ്ടികളെല്ലാം ഇവനുമായി ഐക്യപ്പെട്ടി. അത് മനുഷ്യൻ മാത്രമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഈ പറയണത്? ഇത്തിരി ഇതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതാണ്, ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. മനുഷ്യപ്രകൃതിയെ മാത്രമല്ല, ഈ മാനുഷിക പ്രകൃതിയിൽ ഒരർത്ഥത്തിൽ മാംസമായിട്ടുള്ള എല്ലാറ്റിനെയും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം സൂചിപ്പിക്കുന്നു. മനുഷ്യവംശത്തെ മുഴുവനും, ദൃശ്യവും ഭൗമികവുമായ മുഴുവൻ ലോകവും. അപ്പോൾ മനുഷ്യാവതാരത്തിന് ഒരു പ്രാപഞ്ചിക പ്രാധാന്യമുണ്ട്. ഉണ്ടോ? പ്രാപഞ്ചിക പ്രാധാന്യമുണ്ട്. പ്രപഞ്ചവുമായിട്ട് അതിന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണത്. പ്രാപഞ്ചിക മാനവുമുണ്ട്. സൃഷ്ടിയുടെയെല്ലാം ആദ്യജാതനായവൻ. കണ്ടോ, ആദ്യം അവനാണ്. അതാണ് ഈശോ പറഞ്ഞത്, അബ്രാഹത്തിന് മുൻപേ ഞാനുണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ എല്ലാറ്റിനും മുമ്പേ അവനുണ്ടായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? അബ്രാഹത്തിന് മുൻപേ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുൻപേ അവനുണ്ട്. അവനിലൂടെയാണ് ഈ കാണുന്നവയെല്ലാം ഉണ്ടായത്. അതാണ് സൃഷ്ടിയുടെ എല്ലാം ആദ്യജാതനായവൻ എന്നൊക്കെ പറയുമ്പോഴേ ആ വചനത്തെ നമുക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കണമെന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ ശരീരം ധരിച്ചുകൊണ്ട്,
കണ്ടോ, സൃഷ്ടിയുടെ എല്ലാം ആദ്യജാതനായവൻ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ, കണ്ടോ, അതാണ് മനുഷ്യാവതാരം. ആ മനുഷ്യത്വത്തിൽ ശരീരം ധരിച്ചുകൊണ്ട് മുഴുവൻ മാനുഷിക യാഥാർത്ഥ്യവുമായ ഒരു പ്രത്യേക വിധത്തിൽ തന്നെ ഐക്യപ്പെടുത്തുന്നു. ആ യാഥാർത്ഥ്യവും മാംസമാണ്. ആ യാഥാർത്ഥ്യത്തിൽ എല്ലാ മാംസത്തോടും സൃഷ്ടി മുഴുവനോടും തന്നെ ഐക്യപ്പെടുത്തുന്നു. അല്ലേ, വലിയൊരു കാര്യമല്ലേ ഇതപ്പോൾ. മാമോദീസ സ്വീകരിക്കാത്തവരും ആ അന്യ മതവിശ്വാസികളായവരുമെല്ലാം ആരുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു? യേശു ക്രിസ്തുവുമായിട്ട് അവൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ വിധത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് അവരത് അംഗീകരിക്കും. പരിശുദ്ധാത്മാവിലൂടെ അംഗീകരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപ അവർക്ക് കിട്ടുന്നതിലൂടെ പറ്റും, എന്നല്ലാതെ പറ്റുമോ? മനസ്സിലാവുണ്ടോ? അപ്പം ഇതിപ്പോൾ ആര് പറഞ്ഞതാണ്? ഇതിപ്പോൾ ഞാൻ എവിടെ നിന്നാണ് എടുത്ത് വായിച്ചത്? അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ കർത്താവും ജീവദാതാവും എന്ന ഡോക്യുമെൻറ്റിൽ നിന്നാണ് എടുത്ത് വായിച്ചത്. ആധികാരിക പ്രബോധനമാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം. മനസ്സിലാവുണ്ടോ? ഇതാണ് ക്രിസ്തുമസ് സന്ദേശം എന്നൊക്കെ പറയുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അല്ലേ, 12 മുതലുള്ള 12 വചനം. അതൊന്ന് നോക്കിയേ, അതെന്തെന്നാണ് ആ വചനം? ഞാൻ വായിക്കാം കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ. കണ്ടോ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. അത് ബൈബിൾ എടുത്തോട്ടെ നിങ്ങൾ, ബൈബിൾ എടുത്തു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വചനം. അത് മാത്രം ഞാനിപ്പോൾ വായിക്കാൻ പോണേ. 12-ാമത്തെ വചനം നിങ്ങൾ നോക്കിയേ. സമയം കളയാനില്ല, ഞാൻ വായിക്കാൻ പോണേണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വചനം മാത്രം ഞാൻ വായിക്കാൻ പോവാണ്. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പോൾ ഈ വചനത്തെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഒരു ഡോക്യുമെൻ്റിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതാണ് കുറച്ചുകൂടി കാതലായ ഭാഗം ക്രിസ്തുമസ് സന്ദേശത്തിൻ്റെ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ അങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വായിക്കാം. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ച, കണ്ടോ, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ. അപ്പോൾ എന്തൊക്കെയാണ് ചിന്താവിഷയം, എന്തൊക്കെയാണ് ഇവിടെ വിഷയം നോക്കിയേ. ഇതായിരിക്കും നിങ്ങൾക്ക് പിള്ളക്കച്ച പൊതിഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളായി കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. 2 കാര്യങ്ങളായി. പുൽത്തൊട്ടി 3-ാമത്തെ കാര്യം, ശിശു. ഈ 4 കാര്യങ്ങളെ നമ്മൾ ധ്യാനിക്കാൻ പോവാണ്. അറിയണ്ടേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്? അതും ഇത് കണ്ടോ, ഈ എന്തെന്നാണ് ഈ നസ്രത്തിലെ യേശു എന്ന 3-ാമത്തെ ഭാഗം അല്ലേ, 3-ാമത്തെ വോളിയം അല്ലെങ്കിൽ 3-ാമത്തെ എന്താണ് പറയുക, ഇത് 3-ാമത്തെ പുസ്തകമാണിത്. അപ്പോൾ ഇത് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയാണ് എഴുതിയത്. അപ്പോൾ ഇതിൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വലിയൊരു സഭാപിതാവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ, അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വായിച്ച വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഞാൻ വായിക്കാൻ പോണേണ്. 114-ഉം 15 പേജ് നമ്പറാണ് കേട്ടോ, പേജ് നമ്പറാണ് 114-ഉം 15. ഇപ്പം ഇതില്ലാത്തവർ ഇത് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. വളരെ പ്രധാനപ്പെട്ട കാതലായ ഒരു ഭാഗമാണെന്ന് ഞാൻ വീണ്ടും പറയണേണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധ പോകരുത്, വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മറിയം ശിശുവിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു. വൈകാരികതയുടെ നിറം പിടിച്ച അതിഭാവുകത്വത്തിലേക്ക് വീഴാതെ തന്നെ നമുക്ക് ഭാവനയിൽ കാണാം എത്ര വലിയ സ്നേഹത്തോടെയാണ് മറിയം തൻ്റെ മണിക്കൂറിനെ സമീപിച്ചതെന്നും
തൻ്റെ ശിശുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങിയതെന്ന്. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര വീക്ഷണമനുസരിച്ച്, കണ്ടോ, സഭാപിതാക്കന്മാരുടെ എല്ലാം ദൈവശാസ്ത്ര വീക്ഷണത്തെയാണ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര വീക്ഷണമനുസരിച്ച് പുൽത്തൊട്ടിയും പിള്ളക്കച്ചയും ഐക്കണുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലേ, രൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശിശുവിനെ ശ്രദ്ധിക്കണേ കേട്ടോ, പിള്ളക്കച്ചയിൽ പുൽത്തൊട്ടിയും ശിശുവിനെ പിള്ളക്കച്ചയിൽ ശ്വാസം മുട്ടുന്ന തരത്തിൽ വരിഞ്ഞു മുറുക്കിയാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്ത്, അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണീശോനെ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണിയേശുവിനെ ഇങ്ങനെ ആ പിള്ളക്കച്ച കൊണ്ട് ശരിക്കും ഇവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടം വരെ ഇങ്ങനെ വളരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അപ്പം ഞാനത് ആലോചിച്ച്, അതെന്തിനാണ് അത്ര ഇത്തിരി അയവ് അയഞ്ഞ് എന്ന് കെട്ടി ഇതാക്കായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര വീക്ഷണമനുസരിച്ച് പുൽത്തൊട്ടിയും പിള്ളക്കച്ചയും ഐക്കണുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശിശുവിനെ പിള്ളക്കച്ചയിൽ ശ്വാസം മുട്ടുന്ന തരത്തിൽ വരിഞ്ഞു മുറുക്കിയാണ് പൊതിഞ്ഞിരിക്കുന്നത്. അതവൻ്റെ മരണത്തിലേക്കുള്ള സൂചനയാണ്. കണ്ടോ, അതവൻ്റെ മരണത്തിലേക്കുള്ള സൂചനയാണ്. എന്തെന്ന്? ഈ വരിഞ്ഞു മുറുക്കി പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ ഉണ്ണിയേശു ഇല്ലേ, ആ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ പിള്ളക്കച്ച കാണുമ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കണം? അവൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കണേ. കണ്ടോ, ജനിച്ചത് തന്നെ മരിക്കാനായിട്ടാണ്. മനസ്സിലായോ? ഉണ്ണിയേശു ജനിച്ചത് തന്നെ മരിക്കാനാണ്. കണ്ടോ, അവൻ്റെ മരണത്തിലേക്കുള്ള സൂചനയാണ്. ജീവിത ആരംഭം മുതൽ തന്നെ അവൻ ബലിവസ്തുവും ബലിമൃഗവുമാണ്. കണ്ടോ, ബലിവസ്തുവും ബലിമൃഗവുമാണ്. ഈ അർത്ഥത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ എന്ത് പറഞ്ഞു സ്നാപയോഹന്നാൻ? ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതാണ് ബലിമൃഗം. ഇതാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതാണ് ബലിവസ്തുവും. ഇത് തന്നെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ബലികഴിപ്പിക്കാൻ കൊണ്ടുപോയ ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ അബ്രാഹാം മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടന്ന ഒരു മുട്ടാടിനെ കണ്ടു എന്നുള്ളതാണ്. അതിനെ ബലിയർപ്പിച്ചു. അപ്പോൾ വരാനിരിക്കുന്ന കുഞ്ഞാടിൻ്റെ ഒരു മുന്നോടി ആയിരുന്നു ആ മുട്ടാട്. അപ്പോൾ ഇതെല്ലാം ആരിലേക്കാണ് വിരൽ ചൂണ്ടണേ? യേശുവിലേക്ക്, യേശുവെന്ന ബലിമൃഗത്തിലേക്ക്, യേശുവെന്ന ബലി വസ്തുവിലേക്ക്. അപ്പോൾ ഈ കിടക്കണ ഉണ്ണിയേശു ആരാണ്? ഒരു ബലിവസ്തുവും ബലിമൃഗവുമാണ്. ജനിച്ചത് തന്നെ മരിക്കാനായിട്ട്. ജീവിതാരംഭം മുതൽ തന്നെ അവൻ ബലിവസ്തുവും ബലിമൃഗവുമാണ്. എന്നിട്ട് പറയാണ്, അതിൻ്റെ ബ്രാക്കറ്റിൽ 1-2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാണ്, അപ്പോൾ പുൽത്തൊട്ടിയെ ചിത്രീകരിക്കുന്നത് ബലിത്തറയായിട്ടാണ്. എന്താണ്? പുൽത്തൊട്ടിയില്ലേ, പുൽക്കൂടിനെ എങ്ങനെയാണ് ചിത്രീകരിക്കണേ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രതീകം? ബലിത്തറ, അതായത് ബലിപീഠം. മനസ്സിലായോ? എന്നിട്ട് അടിയിലോട്ട് പിന്നെ ഞാൻ വായിക്കട്ടെ. തുടക്കത്തിൽ നമ്മെ ഞെട്ടിക്കുകയും എന്നാൽ സാവകാശം ചിന്തിച്ചാൽ ഉന്നതമെന്ന് ഗ്രഹിക്കാനാവുകയും ചെയ്യുന്ന ഒരാശയം ഉപയോഗിച്ചാണ് വിശുദ്ധ അഗസ്തീനോസ്, സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പുൽത്തൊട്ടിയുടെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അടിയിലേക്ക് വരികയാണ് അർത്ഥം എന്തൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കണേ. അതേ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം തിരിച്ചറിയുന്നു അഗസ്തീനോസിൻ്റെ ആ വേദഭാഷ്യത്തിന് അത്യഗാധമായ സത്യത്തിൻ്റെ പൊരുളടരുകളുണ്ടെന്ന്. വലിയൊരു പൊരുൾ അതിൽ അടങ്ങിയിരിക്കുന്നു.
എന്നിട്ട് പറയണാണ്, വളർത്തുമൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്ന ഇടമാണല്ലോ പുൽത്തൊട്ടി. വളർത്തുമൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്ന ഇടമാണല്ലോ പുൽത്തൊട്ടി. എന്നാൽ ഇപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സത്യമായ അപ്പം താനാണ് എന്ന് പറഞ്ഞവനാണ്. അതൊന്ന് കേട്ടോ നിങ്ങൾ. എന്താണ്? വളർത്തുമൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്ന ഇടമാണല്ലോ പുൽത്തൊട്ടി. അപ്പോൾ സഭാപിതാവായ അഗസ്തീനോസിൻ്റെ വ്യാഖ്യാനമാണ്. വളർത്തുമൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്ന ഇടമാണല്ലോ പുൽത്തൊട്ടി. എന്നാൽ ഇപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് ആരാണ്? അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സത്യമായ അപ്പം താനാണ് എന്ന് ഈശോ പറഞ്ഞു ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പം അതാണ് പറഞ്ഞ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സത്യമായ അപ്പം താനാണെന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത്. നാം യഥാർത്ഥത്തിൽ നമ്മളായിരിക്കാൻ ആവശ്യകമായിരിക്കുന്ന പോഷകാഹാരമാണ് ഇപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത്. ശ്രദ്ധിച്ചോ? എന്താണ്? നാം യഥാർത്ഥത്തിൽ നമ്മളായിരിക്കാൻ ആവശ്യകമായിരിക്കുന്ന പോഷകാഹാരം, ആ ആഹാരമാണ് ഇപ്പോൾ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ തീന്മേശയിലേക്കാണ് പുൽത്തൊട്ടി സൂചന നൽകുന്നത്. എന്താണ്? അപ്പോൾ ദൈവത്തിൻ്റെ തീന്മേശയിലേക്കാണ് പുൽത്തൊട്ടി സൂചന നൽകുന്നത്. പുൽത്തൊട്ടിയെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് അഗസ്തീനോസ് പിതാവിൻ്റെ. അപ്പോൾ ആ തീന്മേശ എന്താണ്? നമ്മളെ സംബന്ധിച്ച് ബലിപീഠമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തീന്മേശയിലേക്കാണ് പുൽത്തൊട്ടി സൂചന നൽകുന്നത്. ദൈവത്തിൻ്റെ അപ്പം സ്വീകരിക്കാനായി നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ദിവ്യമായ ഈ തീന്മേശയിലേക്കാണ്. കാരണം നമ്മൾ ഇന്ന് അർപ്പിച്ച ബലിയില്ലേ, ദൈവാലയത്തിൽ നമ്മൾ പോയി അർപ്പിച്ചില്ലേ, ആ ബലിപീഠത്തിലേക്കാണ്. അതാണ് പുൽത്തൊട്ടി എന്ന് സഭാപിതാവായ അഗസ്തീനോസ് പിതാവ് വ്യാഖ്യാനിക്കുകയാണ്. മനുഷ്യരക്ഷ നിവർത്തിയാകുന്നതിൻ്റെ രഹസ്യം കണ്ടോ? ശ്രദ്ധിക്കണേ. അപ്പം ഇതിനൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണേന്നാണ്. നോക്കിക്കേ, എന്താണ് മനുഷ്യരക്ഷ? കണ്ടോ? മനുഷ്യരക്ഷ നിവർത്തിയാകുന്നതിൻ്റെ രഹസ്യം. ആ രഹസ്യമാണ് മനുഷ്യാവതാരം, ദൈവം മനുഷ്യനായത്, വചനം മാംസമായത്. കണ്ടോ? മനുഷ്യരക്ഷ നിവർത്തിയാകുന്നതിൻ്റെ രഹസ്യം. ചെറിയ കാര്യമാണല്ലേ അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ചെറിയ രീതിയിൽ. പക്ഷെ അതിൻ്റെ ആഴം നോക്കി, അതിൻ്റെ അഗാധമായ അർത്ഥതലം അതെനിക്ക് പെട്ടെന്നാണത് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ ഇന്നലെയൊക്കെ അത് മനസ്സിലായത് എനിക്ക്. മനുഷ്യരക്ഷ നിവർത്തിയാകുന്നതിൻ്റെ രഹസ്യം അതല്ലേ ഈ കാണുന്നത് നമ്മൾ. ആ രഹസ്യമല്ലേ ഇത്? ആ രഹസ്യം യേശുവിൻ്റെ ജനനത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ആവിർഭവിക്കുന്നു. കണ്ടോ? മനുഷ്യരക്ഷ നിവർത്തിയാകുന്നതിൻ്റെ രഹസ്യം യേശുവിൻ്റെ ജനനത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ആവിർഭവിക്കുന്നു. ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് പറയാണ്, നാം കണ്ടതുപോലെ വളർത്തുമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലമാണല്ലോ തൊഴുത്ത്. കണ്ടോ? നാം കണ്ടതുപോലെ വളർത്തുമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലമാണല്ലോ തൊഴുത്ത്. ഈ ഘട്ടത്തിൽ സുവിശേഷത്തിൽ മൃഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചനയൊന്നുമില്ല. എന്നാൽ പഴയ നിയമത്തെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലും പുതിയ നിയമത്തെ പഴയ നിയമത്തിൻ്റെ പ്രകാശത്തിലും വ്യാഖ്യാനിച്ച് ധ്യാനപൂർവം വായിക്കുമ്പോൾ, അപ്പം ഇതാണ് CCC, അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 129 ഖണ്ഡികയിൽ പറയുന്നുണ്ട്. എന്താണ്? മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലായിരിക്കണം എന്ത് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കേണ്ടതെന്ന്. മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കേണ്ടതെന്ന്. അപ്പം ഇവിടെ എഴുതിയേക്കണം, കണ്ടില്ലേ? എന്തെന്നാണ്? നാം കണ്ടതുപോലെ വളർത്തുമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലമാണല്ലോ തൊഴുത്ത്. ഈ ഘട്ടത്തിൽ സുവിശേഷത്തിൽ മൃഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചനയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഈ പുൽത്തൊട്ടിയിൽ മൃഗങ്ങളൊക്കെ വന്നു, ഈ ഐക്കണുകളൊക്കെ വന്നു. മനസ്സിലാവുണ്ടോ?
സൂചനയൊന്നുമില്ല. എന്നാൽ പഴയ നിയമത്തെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലും പുതിയ നിയമത്തെ പഴയ നിയമത്തിൻ്റെ പ്രകാശത്തിലും വ്യാഖ്യാനിച്ച് ധ്യാനപൂർവം വായിക്കുമ്പോൾ വളരെ ആരംഭ ദിശയിൽ തന്നെ തിരുവചനത്തിൻ്റെ മൗനം കൊണ്ടുണ്ടായ ഈ വിടവ് മാറിക്കിട്ടുന്നു. ഏശയ്യാ താളുകളിലാണ് വിടവ് നികത്തുന്ന ഈ തിരുവചനം. എന്തെന്നാണത് നാം കണ്ടെത്തുന്നത്? കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നുമില്ല. അതൊക്കെ നമുക്കറിയാം. ഏശയ്യാ 1-ാം അധ്യായം 3-ാമത്തെ അല്ലെ ആ ഭാഗത്തൊക്കെ എന്താണ് ഈ വചനം ഉദ്ധരിച്ചിരിക്കുന്നത്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പറയാണ്, ഹബക്കുക്ക് പ്രവാചകന്റെ താളുകളിൽ ഒരു സൂചന കാണുന്നുണ്ട്. പീറ്റർ സ്റ്റൂൾ മാഹർ എന്ന ഒരാൾ എഴുതി. അപ്പോൾ ഹബക്കുക്കിലെ ഒരു തിരുവചന പാഠത്തിൻ്റെ ഗ്രീക്ക് പതിപ്പിൽ, ഹബക്കുക്കിലെ ഒരു തിരുവചന പാഠത്തിൻ്റെ ഗ്രീക്ക് പതിപ്പിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ഹബക്കുക്ക് 3-ാം അധ്യായം 2-ാമത്തെ വചനം. ഇപ്പം നോക്കണ്ട, ഞാനത് ഇവിടെ വായിച്ചു പോവാം. ഇങ്ങനെയാണ് കാണുന്നത്: 2 ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും, സമയമാകുമ്പോൾ നീ പ്രത്യക്ഷപ്പെടും. ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് മനസ്സിലാവില്ല. എന്താണ്? 2 ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും, സമയമാകുമ്പോൾ നീ പ്രത്യക്ഷപ്പെടും. ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ ദൈവം സന്നിഹിതമായിരിക്കുന്ന കൃപാസനത്തെ ചിറകുകൾ കൊണ്ട് മൂടുന്ന കെരൂബുകളാണ് 2 ജീവികൾ. അപ്പോൾ കെരൂബുകൾ ഉണ്ടാക്കാനൊക്കെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു അല്ലേ, കെരൂബുകൾ ഉണ്ടാക്കാൻ, 2 കെരൂബുകൾ ഉണ്ടാക്കാൻ. പ്രതിമ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ആ കർത്താവ് തന്നെ കെരൂബുകളെ ഉണ്ടാക്കാൻ പറഞ്ഞു. മനസ്സിലായോ? അത് പുറപ്പാട് 25-ാം അധ്യായത്തിലൊക്കെ. അപ്പോൾ 2 ജീവികൾ എന്ന് പറഞ്ഞാൽ കെരൂബുകളാണ്. ദൈവത്തിൻ്റെ നിഗൂഢ സാന്നിധ്യത്തെ ഒരേ സമയം വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും ചെയ്യുകയാണ് കെരൂബുകൾ. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ നിഗൂഢ സാന്നിധ്യത്തെ ഒരേ സമയം വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും ചെയ്യുന്നു. ഒരേ സമയം വെളിപ്പെടുത്തുകയും, അല്ലെങ്കിൽ ഒരേ സമയം വെളിപ്പെടുത്തുകയും മറക്കുകയും ചെയ്യുകയാണ് കെരൂബുകൾ. അങ്ങനെയെങ്കിൽ പുൽത്തൊഴുത്ത് ഉടമ്പടിയുടെ പേടകമായി മാറുന്നുവെന്ന് ഒരു വിധത്തിൽ പറയാം. കണ്ടോ? എന്താണ്? തൊഴുത്തിനെ കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് തൊഴുത്ത്? തൊഴുത്തിനെ ഇവിടെ സഭാപിതാവായ അഗസ്തീനോസ് എല്ലാം എന്തെന്നാ പറഞ്ഞേ? പേടകം അല്ലേ, പേടകമാണെന്ന്. പേടകം, ഉടമ്പടിയുടെ പേടകം. പേടകത്തിന് മുകളിൽ ദൈവം സന്നിഹിതമായിരിക്കുന്ന കൃപാസനത്തെ ചിറകുകൾ കൊണ്ട് മൂടുന്ന കെരൂബുകളാണ് 2 ജീവികൾ. ദൈവത്തിൻ്റെ നിഗൂഢ സാന്നിധ്യത്തെ ഒരേ സമയം വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും ചെയ്യുകയാണ് കെരൂബുകൾ. അങ്ങനെയെങ്കിൽ പുൽത്തൊഴുത്ത്, അതായത് അല്ലേ തൊഴുത്ത് ഉടമ്പടിയുടെ പേടകമായി മാറുന്നുവെന്നൊരു വിധത്തിൽ പറയാം. അവിടെ ദൈവം മനുഷ്യരുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്നു. കണ്ടോ? അവിടെ ദൈവം മനുഷ്യരുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പിൽ കാളയ്ക്കും കഴുതയ്ക്കും വരാനുള്ള സമയം സമാഗതമായി. ഇവിടെ കാളയും കഴുതയും മനുഷ്യവർഗത്തിലെ, ശ്രദ്ധിക്കണേ, ഇവിടെ കാളയും കഴുതയും മനുഷ്യവർഗത്തിലെ 2 വംശങ്ങളായ യഹൂദരുടെയും വിജാതിയരുടെയും പ്രതീകമാണ്. കണ്ടോ? കാളയെയും കഴുതയെയും വ്യാഖ്യാനിച്ചത് കണ്ടോ? ആ 2 മൃഗങ്ങളെ. 2 ജീവികൾ എന്ന് പറഞ്ഞത് കെരൂബുകളാണ്, 2 മൃഗങ്ങൾ കാളയും കഴുതയും. അപ്പോൾ അവരെന്തിൻ്റെ പ്രതീകമാണെന്ന്? 2 മനുഷ്യരുടെ എന്താണ്? മനുഷ്യവർഗത്തിൻ്റെ 2 വംശങ്ങളാണ്. എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ആ 2 വംശങ്ങൾ? യഹൂദരും വിജാതിയരും. യഹൂദരുടെയും ഇവിടെ കാളയും കഴുതയും മനുഷ്യവർഗത്തിലെ 2 വംശങ്ങളായ യഹൂദരുടെയും വിജാതിയരുടെയും പ്രതീകമാണ്. അവർ ഇരുകൂട്ടരും ദൈവത്തെ അംഗീകരിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു. അവർ ഇരുകൂട്ടരും ദൈവത്തെ അംഗീകരിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു. അപ്പം ഈ കാളയെയും കഴുതയൊക്കെ പുൽക്കൂട്ടിൽ നമ്മൾ വെക്കുമ്പോഴേ ഇതൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. മനസ്സിലാവുണ്ടോ? എന്തിൻ്റെ പ്രതീകമാണത്? യഹൂദരും വിജാതിയരുടെയും പ്രതീകമാണ് കാളയും കഴുതയും. ഈ 3 തിരുവെഴുത്തുകളുടെയും, അതായത് ഏശയ്യാ 1-ാം അധ്യായം 3-ാമത്തേൽ പറഞ്ഞല്ലോ അല്ലേ, കാള തൻ്റെ യജമാനനെ
കഴുത തൻ്റെ അല്ലേ, അങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ. അതാണ് ഏശയ 1:3. ഹബക്കുക്ക് 3:2 നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്ന വചനം. പുറപ്പാട് 25 കെരൂബുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 3 തിരുവെഴുത്തുകളുടെയും പുൽത്തൊഴുത്തിൻ്റെയും സമഞ്ജസമായ, അതായത് അതിൻ്റെ സൂക്ഷ്മമായ അല്ലെങ്കിൽ യോഗ്യമായ സമ്മേളനത്തിലൂടെ ഇതുവരെ അന്തമായിരുന്ന മനുഷ്യവംശത്തിൻ്റെ പ്രതീക വിംഗ്യമായി ചില വാക്കുകൾ ഇത്തിരി വളരെ എന്താ പറയണ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയൊക്കെ വാക്കുകളെ അതൊന്നും നമുക്ക് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ മാത്രമല്ല, ചില മാർപ്പാപ്പമാരുടെ വാക്കുകൾ ഒക്കെ ഭയങ്കര ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല, പക്ഷേ വളരെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവചരിത്രവും ഡോക്യുമെൻറ്റും എല്ലാം പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്തതാണ് ആര്? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. ആരുടെ? വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ആര്? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. മനസ്സിലാവുണ്ടോ? അപ്പം ഞാൻ ഈ ഉണ്ണിയേശുവിനെ ഇങ്ങനെ പിടിച്ചേക്കണത് ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വായിക്കുമ്പോഴാണത് കൂടുതൽ മനസ്സിലാവണേന്ന്. മനസ്സിലായി? ഈ 3 തിരുവെഴുത്തുകളുടെയും പുൽത്തൊഴുത്തിൻ്റെയും സമഞ്ജസമായ സമ്മേളനത്തിലൂടെ ഇതുവരെ അന്തമായിരുന്ന മനുഷ്യവംശത്തിൻ്റെ പ്രതീക വിംഗ്യമായി ആ 2 മൃഗങ്ങൾ, ഏത് 2 മൃഗങ്ങൾ? കഴുതയും കാളയും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ പുൽത്തൊട്ടിയിൽ ശിശുവിന് മുൻപിൽ, പുൽത്തൊഴുത്തിലെ ദൈവത്തിൻ്റെ എളിയ ആത്മാവിഷ്കാരത്തിന് മുമ്പിൽ, കണ്ടോ, എളിയ ആത്മാവിഷ്കാരം, എളിയ വെളിപ്പെടുത്തൽ, കണ്ടോ, ആ അർത്ഥത്തിലാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ അല്ലേ എല്ലാം പറഞ്ഞു. എന്താണ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതല്ല ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവം അല്ലേ, എന്താണ് ഒന്ന് വായിച്ച്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അങ്ങനെ അവൻ തന്നെ താഴ്ത്തി മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് ദാസനായി അല്ലേ. അതാണ്. അപ്പോൾ അതാണ് എളിയ ആത്മാവിഷ്കാരത്തിന് മുൻപിൽ മനുഷ്യവംശം നിൽക്കുകയും. ഇപ്പം ആ വചനം പിന്നെ എടുക്കണ്ട, നോക്കിക്കോ, ഇത് ശ്രദ്ധിക്കും. ഇപ്പോൾ പുൽത്തൊട്ടിയിലെ ശിശുവിന് മുമ്പിൽ പുൽത്തൊഴുത്തിലെ ദൈവത്തിൻ്റെ എളിയ ആത്മാവിഷ്കാരം, കണ്ടോ, ദൈവത്തിൻ്റെ എളിയ ആത്മാവിഷ്കാരമാണ് ഈ കാണുന്നത്. മനസ്സിലായി? ദൈവത്തിൻ്റെ എളിയ ആത്മാവിഷ്കാരമാണ് ഈ കാണുന്നത്. ആ ആത്മാവിഷ്കാരത്തിന് മുൻപിൽ മനുഷ്യവംശം നിൽക്കുകയും ദൈവത്തെ തിരിച്ചറിയാൻ പഠിക്കുകയും ചെയ്യുന്നു. ഉണ്ടോ? ദൈവത്തെ തിരിച്ചറിയാൻ പഠിക്കുകയും ചെയ്യും. അവൻ്റെ ജനനത്തിൻ്റെ താഴ്മ, ഈ വചനം തന്നെ അവിടെയും കോട്ട് ചെയ്യാവുന്നതാണ്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും, ഏതാണ്? ഫിലിപ്പിയർ 2:6 കേട്ടോ, റോമ അല്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഫിലിപ്പിയർ 2-ാം അധ്യായം 6-ാമത്തെ വചനമാണത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും എന്നുള്ള പറഞ്ഞു തുടങ്ങുന്നത്. അവൻ്റെ ജനനത്തിൻ്റെ താഴ്മ, ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ജനനത്തിൻ്റെ താഴ്മ. കണ്ടോ? അവൻ്റെ ജനനത്തിൻ്റെ താഴ്മയിൽ എല്ലാ ജനങ്ങളെയും കാണാൻ പഠിപ്പിക്കുന്ന വെളിപാട്. കണ്ടോ? അവൻ്റെ ജനനത്തിൻ്റെ താഴ്മയിൽ എല്ലാ ജനങ്ങളെയും കാണാൻ, എല്ലാ ജനങ്ങളെയും നമ്മൾ അങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്ന വെളിപാട് അവർ സ്വീകരിക്കുന്നു. ആര് സ്വീകരിക്കുന്നു? ഈ മനുഷ്യവംശം. അവൻ്റെ ജനനത്തിൻ്റെ താഴ്മയിൽ എല്ലാ ജനങ്ങളെയും കാണാൻ പഠിപ്പിക്കുന്ന വെളിപാട് അവർ സ്വീകരിക്കുന്നു. വളരെ ആരംഭ ദിശയിൽ തന്നെ ക്രൈസ്തവ ഐക്കണുകൾ ഈ ചിന്തയെ സ്വീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, കാളയും കഴുതയും ഇല്ലാത്ത പുൽക്കൂട് പൂർണ്ണതയുള്ളതല്ല. എന്താണ്? കാളയും കഴുതയും ഇല്ലാത്ത പുൽക്കൂട് പൂർണ്ണത ഉള്ളതല്ല. അപ്പോൾ ഇനി വീണ്ടും ഞാൻ
നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം ആ 13-ാമത്തെ വചനം ഒന്ന് നിങ്ങൾ നോക്കിയേ. അത് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് എടുത്ത് വെച്ചേ, അത് നോക്കിയേ. ഞാനതൊന്നും കൂടി പറയാൻ പോണേണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വചനമല്ലേ നമ്മൾ ഇത് വായിച്ചത്, അല്ലേ? 13 അല്ല കേട്ടോ, 12-ാമത്തെ വചനം. 12-ാമത്തെ വചനം കേട്ടോ, 12 അല്ലേ, 12-ാമത്തെ വചനം നോക്കിയേ. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. കണ്ടോ, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ്. അപ്പോൾ പിള്ളക്കച്ച എന്താണ്? പിള്ളക്കച്ച എന്താണ്? പിള്ളക്കച്ചയെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ എല്ലാം എന്താണ് ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് ഈ പിള്ളക്കച്ച എന്താണ്? അവൻ്റെ മരണത്തിലേക്കുള്ള സൂചനയാണ്. വിരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന പിള്ളക്കച്ച. മനസ്സിലാവുണ്ടോ? വിരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന പിള്ളക്കച്ച, ഉണ്ണിയേശുവിനെ വിരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന പിള്ളക്കച്ച ആ ഉണ്ണിയേശുവിൻ്റെ മരണത്തിലേക്കുള്ള പ്രതീകമാണ്. മനസ്സിലായോ? ഇനി എന്താണ്? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടി. എന്താണ് അപ്പം ഈ എന്താണ് പുൽത്തൊട്ടി? എന്താണ്? ബലി പീഠം, തീന്മേശ, പുൽത്തൊട്ടി. അപ്പോൾ കിടത്തിയിരിക്കുന്ന ഒരു ശിശു. ശിശു ആരാണ്? ഇല്ലേ, ദൈവം തന്നെയായ യേശു ക്രിസ്തു. അപ്പോൾ അവൻ ആരാണ്? ബലി വസ്തുവും ബലി മൃഗവും. അപ്പോൾ അവൻ നാം ആയിരിക്കാൻ, നമ്മളാകാൻ വേണ്ടി പോഷകാഹാരമായി ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണെന്ന് പറഞ്ഞവൻ തന്നെയാണ് ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നതെന്ന് നമ്മൾ വായിച്ചു. അപ്പം ശിശു ആരാണ്? ബലിമൃഗവും ബലിവസ്തുവും. പിള്ളക്കച്ച അവൻ്റെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ആ അവസ്ഥ കാണുമ്പോൾ അവൻ്റെ മരണത്തിലേക്കുള്ള സൂചനയാണ്. പുൽത്തൊട്ടി ബലിത്തറയാണ്, ബലിപീഠമാണ്. അത്രയും മനസ്സിലല്ലേ? എന്തെന്നാണ്? 2 ജീവികൾ, അത് കെരൂബുകളാണ് 2 ജീവികൾ. പിന്നെ 2 മൃഗങ്ങൾ, അത് കാളയും കഴുതയും. അതിനെന്താ പറഞ്ഞേ? കാളയും കഴുതയും മനുഷ്യവർഗത്തിലെ 2 വംശങ്ങളെ പ്രതീകമാണ്. 2 വംശങ്ങളുടെ, മനുഷ്യവർഗത്തിലെ 2 വംശങ്ങളുടെ പ്രതീകം. ഒന്ന് യഹൂദ വംശവും മറ്റൊന്ന് വിജാതീയ വംശവും. ആ 2 വംശങ്ങളുടെ പ്രതീകമാണ് കാളയും കഴുതയും. പിന്നെ പുൽത്തൊഴുത്ത്, അത് ഉടമ്പടിയുടെ പേടകമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അല്ലേ? ഇതാണ് ക്രിസ്തുമസ് സന്ദേശം എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇന്ന് വരെ കേട്ടതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് ഇങ്ങനൊരു വ്യാഖ്യാനം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് ഇതെടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. അവൻ്റെ ബാല്യകാല ചരിത്ര കഥകൾ നസ്രത്തിലെ യേശുവിലെ ഈ ഭാഗം എടുത്ത് വായിക്കി എന്ന് പറഞ്ഞു. എന്താണ് ക്രിസ്തുമസ് സന്ദേശത്തിൻ്റെ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ എടുത്ത് വായിക്കൂ, ഇത് എടുത്ത് വായിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചപ്പോഴല്ലേ പുൽക്കൂട് എന്താണെന്നും പുൽത്തൊഴുത്ത് എന്താണെന്നും കാളയും കഴുതയും ഒക്കെ എന്താണെന്നും ഉണ്ണിയേശു ശരിക്ക് ബലിമൃഗവും ബലിവസ്തുവാണെന്നും ഒക്കെ നമുക്കറിയാമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു എങ്ങനെ പറയണേ എനിക്കറിയില്ല. മനസ്സിലായ? അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയില്ലേ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആണോ ഇത് പറഞ്ഞത്? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞതല്ല, അല്ലേ? സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര വീക്ഷണമനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളെ മാർപ്പാപ്പ ഈ ഡോക്യുമെന്റിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അതിൻ്റേതായ അതോറിറ്റി ഉണ്ട്, ആധികാരികതയുണ്ട്. വെറുതെ ആരെങ്കിലും വഴി കൂടി പോണ ആരെങ്കിലും പറഞ്ഞതല്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഇതൊക്കെ നിങ്ങൾ മേടിക്കണം, ഇതൊക്കെ നിങ്ങൾ മേടിച്ച് വായിക്കണം.
വായിച്ചാൽ നമുക്കെല്ലാം പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകണ വാക്കുകളൊന്നും അല്ല അതിലുള്ളത്. അപ്പോൾ ഞാനൊന്നും കൂടി ആ CCC 500 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 525 തിരുപ്പിറവിയുടെ രഹസ്യം അതൊന്നും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത്. സാധാരണക്കാരായ ആട്ടിടയന്മാരായിരുന്നു ഈ സംഭവത്തിൻ്റെ ആദ്യ സാക്ഷികൾ. ഈ ദാരിദ്ര്യത്തിൽ സ്വർഗീയ മഹിമ പ്രകാശിതമായി. ഈ രാത്രിയുടെ മാഹാത്മ്യം സഭ അവിരാമം ആലപിക്കുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകളും കൂടി വായിക്കട്ടെ. നിത്യനായവന് കന്യക ഇന്ന് ലോകത്തിന് ജന്മം നൽകുന്നു. അനഭിഗമ്യമായവന് ഭൂമി ഒരു ഗുഹ സമ്മാനിക്കുന്നു. മാലാഖമാരും ആട്ടിടയന്മാരും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. നക്ഷത്രത്തിനൊപ്പമിതാ ജ്ഞാനികൾ വരുന്നു. എന്തെന്നാൽ അവൻ നമുക്കായി പിറന്നു, ഇളം പൈതൽ നിത്യദൈവം. ഇനി ഇതിനോട് ചേർത്ത് 461 ഖണ്ഡികയൊക്കെ ഉണ്ട്. ഇതിൽ കൊണ്ടൊന്നും തീരണില്ല. പക്ഷെ നമ്മൾ സമയക്രമീകരണം മൂലം നമ്മളത് ഇത്രയും വെച്ച് നിർത്തുകയാണ്. ഇത് ഇവിടെ നിന്ന് നിൽക്കുന്നൊരു സംഭവ വികാസമല്ല. ഇത് അതിനെയൊക്കെ മറികടന്ന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കും. അപ്പം ഇതിനോട് ചേർത്ത് 461 കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ നമുക്ക് വീണ്ടും ആ 461 ഇപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ പറയണം. അല്ലാണ്ട് ഞാൻ അത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കും കൂടി ആഗ്രഹം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുമ്പോൾ നമുക്കത് ചെയ്യാം. 461 വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്, ഭാഗങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്തുതിക്കാവുന്നു. ഹാലലുയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹാലലുയ, ഹാലലുയ, താങ്ക് യു ലോർഡ്. കർത്താവേ, നന്ദി കർത്താവേ, ജ്ഞാനം നൽകണമേ കർത്താവേ. കർത്താവ് ഈ രഹസ്യങ്ങളെയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഹാലലുയ, 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 പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹാലലുയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹാലലുയ, ഹാലലുയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു